Good afternoon, all. Good afternoon. Good afternoon. നമ്മള് ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ് ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? നമ്മള് ഏതാണ്ട് അത്യാവശ്യം കവർ ചെയ്തു. നമുക്ക് ഇനി നോക്കാനുള്ളത് നിങ്ങൾ നോക്കിയായിരുന്നോ? ഇന്നലെ എടുത്ത ഭാഗങ്ങൾ വായിച്ചു നോക്കിയായിരുന്നോ? ക്ലിയർ ആണ്? എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? ഇവിടെ മൊബൈൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് അതൊരു ഡൗട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞായിരുന്നു. അത് നമ്മളെ ആംബുലൻസ് സർവീസ് ആയതുകൊണ്ട് മൊബൈൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് തന്നെയാണ് അവിടെ ചെയ്യുന്നത്. ഓക്കെ, അതൊന്ന് നോട്ട് ചെയ്തേരെ. ഓക്കെ, നമുക്കപ്പോ നെക്സ്റ്റ് എടുക്കാനുള്ള ഭാഗം എവിടെ വരെയാ നമ്മൾ പറഞ്ഞു നിർത്തിയത്? ആരെങ്കിലും ഓർക്കുന്നുണ്ടോ എവിടെയാ പറഞ്ഞു നിർത്തിയത്? ക്ലാസ് ഉള്ളവരൊന്ന് റിപ്പോർട്ട് ചെയ്യുമോ? എങ്ങനെയാ പറഞ്ഞു നിർത്തിയത്? The patients who are more likely to get benefit from air transport, അല്ലെ? എയർ ട്രാൻസ്പോർട്ടിന്റെ ഇതുകളല്ലേ? ഓക്കെ, കമ്പൈനിങ് തുടങ്ങി ഇനി എടുക്കണം. അപ്പൊ നമ്മൾക്ക് അറിഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു എന്തൊക്കെ ട്രാൻസ്പോർട്ട് ആണെന്നുള്ള ഫെസിലിറ്റീസ് ഒക്കെ നമ്മൾ പറഞ്ഞു. ലാൻഡ് ട്രാൻസ്പോർട്ടിന്റെ പ്രത്യേകതകള്, അതിൽ വ്യത്യസ്ത തരത്തിലുള്ള ആംബുലൻസ് സർവീസുകളൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. തന്നെ ഓക്കെ, നമുക്ക് അത് തുടങ്ങിയെടുക്കാം. നെക്സ്റ്റ് എന്താ പറഞ്ഞത്? എയർ ട്രാൻസ്പോർട്ടിന് മാത്രം അല്ലെ, അതിന് എന്താണ് കൂടുതൽ സാധ്യതയുള്ള പേഷ്യൻസ് ഏതാണെന്നുള്ള കാര്യമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് അക്കമ്പൈനിങ് ദ പേഷ്യൻസ് എന്ന് വെച്ചാൽ എന്താണ്? പേഷ്യന്റിന്റെ കൂടെ അല്ലെ, അത് ആരൊക്കെ എന്നുള്ള കാര്യമാണ്, അതുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത്. നോക്കാം. അപ്പൊ നമ്മള് കണ്ടിരുന്നു ഹോസ്പിറ്റൽ എക്യുപ്മെന്റ്സ് വെച്ച് അല്ലെ, ആംബുലൻസിന്റെ ആംബുലൻസില് മതിയായ എക്യുപ്മെന്റ്സുകളൊക്കെ കൈകാര്യം ചെയ്തുകൊണ്ട് തന്നെ പോകണം എന്നൊക്കെ കാണുന്നത്. അതുമായി ബന്ധപ്പെട്ട ഏതൊക്കെ പേഷ്യൻസിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഏതൊക്കെ പേഴ്സൺസ് ഉണ്ടായിരിക്കണം എന്നുള്ളതൊക്കെയാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് നോർമലി സജസ്റ്റഡ് ടു ഹാവ് അറ്റ്ലീസ്റ്റ് 2 പ്രൊഫഷണൽ പേഴ്സണൽ അക്കമ്പൈനിങ് ദ പേഷ്യന്റ് ടു ബി ഷിഫ്റ്റഡ്. അതായത് നമ്മള് പ്രൊഫഷണലൈസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇച്ചിരി കൂടി അല്ലെ ആ ഒരു മേഖലകളിൽ കൈകാര്യം ചെയ്യുന്ന പേഴ്സൺസ്. അപ്പൊ നമുക്കറിയാം അല്ലെ, ഹെൽത്ത് അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള പേഴ്സൺസ് എന്താണ് പേഷ്യൻസിനോടൊപ്പം തന്നെ ചിലപ്പോഴെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ നിന്ന് മറ്റൊരു ഫെസിലിറ്റി അല്ലെ നിറഞ്ഞ ഹോസ്പിറ്റലിലേക്കൊക്കെ കൊണ്ടുപോകുമ്പോൾ അവരോടൊപ്പം തന്നെ പോകേണ്ടതായിട്ട് വരും. The care needed by each patient in the course of a transfer relates on the level of a patient's critical care dependency and correspondingly are divided into. അതായത് അവരുടെ ക്രിട്ടിക്കൽ കെയർ വെച്ചിട്ട് ഒരു പേഷ്യന്റ് ആകുമ്പോൾ ആ പേഷ്യന്റിന്റെ ആ രോഗാവസ്ഥ അതല്ലേ, ആ രോഗാവസ്ഥ എത്രത്തോളം എന്താണ് കൂടുതലാണോ വഷളായതാണോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് പേഷ്യൻസിനോടൊപ്പം തന്നെ ഏത് ഹെൽത്ത് കെയർ സ്റ്റാഫുകളെല്ലാം അവരോടൊപ്പം പോകണമെന്ന് തീരുമാനിക്കുന്നത്. അപ്പൊ അതനുസരിച്ചിട്ട് തന്നെ പേഷ്യന്റിന്റെ ലെവലുകളെ നമ്മൾ എന്താണ് ലെവൽ 0, ലെവൽ 1, ലെവൽ 2, ലെവൽ 3 ആയിട്ട് തരംതിരിച്ചിരിക്കുകയാണ്. ഓക്കെ, മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. പേഷ്യന്റിന്റെ ആ ഒരു ക്രിട്ടിക്കൽ അല്ലെ, അവരുടെ രോഗാവസ്ഥയുടെ ബേസില് നമ്മൾ പേഷ്യന്റിനെ തരംതിരിച്ചിരിക്കുകയാണ്. ലെവൽ 0, ലെവൽ 1, ലെവൽ 2 ആൻഡ് ലെവൽ 3. ഈ ലെവൽ 0-ൽ എന്താണ് പ്രധാനമായിട്ട് പറയുന്നത് നോക്കാം. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ദ പേഷ്യൻസ് who can be managed at the ward level of ward in a hospital and are normally not needed to be accompanied by any specialized persons. അതായത് ഇങ്ങനെ നോക്കുമ്പോൾ അല്ലെ, ഇതില് 0 ലെവൽ കാണുമ്പോൾ തന്നെ നമുക്ക് അല്ലെ ലെവൽ 0 എന്ന് പറയുമ്പോൾ എന്താണ് അല്ല എന്തെങ്കിലും മനസ്സിലാവും അല്ലെ? നമുക്ക് അറിയാം ആരും വേണ്ട അല്ലെ, നോർമലി വലിയ പ്രശ്നമില്ലാത്ത പേഴ്സൺസ് ആണ്, പേഷ്യന്റ് ആണ് അവിടെ ഉള്ളത് അല്ലെ. ആ ഒരു ആംബുലൻസിലോ അല്ലെ അല്ലെങ്കിൽ എയർ ട്രാൻസ്പോർട്ട് ആണെങ്കിലും എന്തിനാണെങ്കിലും എന്താണ് നോർമലി വലിയ പ്രശ്നമില്ലാത്ത പേഷ്യന്റ് ആണ്. It consists of the patient who can be managed at the level at the ward level
of ward in a hospital and are normally not needed to be accompanied by any specialized person. അപ്പൊ അവിടെ അവരോടൊപ്പം ആ പേഷ്യന്റിനോടൊപ്പം തന്നെ ആരും പോകേണ്ടതില്ല എന്നുള്ളതാണ്. ഇത് ഒരു മിക്കപ്പോഴും എക്സാമിൽ ചോദിക്കുന്നതാണ് കേട്ടോ. പേഷ്യന്റിന് ലെവല് വലിയ പ്രശ്നമില്ലെങ്കിൽ ഏത് ലെവലിലുള്ള ട്രാൻസ്പോർട്ട് സർവീസ് അല്ലെ, അവിടെ പേഷ്യന്റിന്റെ അക്കമ്പനി ചെയ്യുന്ന പേഴ്സന്റെ ലെവലുകൾ ഏതാണെന്ന് നോക്കുമ്പോൾ 0 ലെവലാണ് അല്ലെ, നമ്മൾ ഓപ്ഷനിൽ നിന്ന് തിരഞ്ഞെടുക്കേണ്ടതായിട്ട് വരും. വലിയ പ്രോബ്ലം ഇല്ലെങ്കിൽ 0 ലെവലാണ്. ദെൻ ലെവൽ 1 വരുമ്പോൾ എന്താണ്, ഇറ്റ് കൺസിസ്റ്റ് ഓഫ് those patients who are at a deteriorating condition in the course of the transfer but can be managed in an acute ward setting by the support of a critical care team. അതെന്ന് പറയുന്നത് എന്താണ്, നമുക്ക് ശരിക്കും അല്ലെ നമ്മൾ കൃത്യമായിട്ട് നോക്കുകയാണെങ്കിൽ അതിന്റെ ആ പേഷ്യൻസിന്റെ ആ ഒരു അധംപതിക്കുന്ന, അതായത് വഷളായി കൊണ്ടുപോകുന്ന, ഡിറ്റോറിയേറ്റ് എന്ന് പറഞ്ഞാൽ താഴേക്ക് പോകുന്ന ഒരവസ്ഥ അല്ലെ. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ദോസ് പേഷ്യൻസ് ഹു ആർ അറ്റ് ഡിറ്റോറിയേറ്റിംഗ് കണ്ടീഷൻ ഇൻ ദ കോഴ്സ് ഓഫ് എ ട്രാൻസ്ഫർ ബട്ട് അല്ലെ, അങ്ങനെ ആവാൻ ചാൻസ് ഉണ്ട്, പക്ഷേ can be managed in an acute ward setting by the support of a critical care team. ആ ടീമിന്റെ സപ്പോർട്ടോട് കൂടിയിട്ട് വലിയ പ്രശ്നമില്ലെന്നില്ലാതെ തന്നെ അപ്പൊ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള പേഴ്സൺസിന്റെ ഒന്നും ഒരു കൂടെ അല്ലെ അക്കമ്പനി ചെയ്യേണ്ട ഒരു ആവശ്യകത അവിടെ വരുന്നില്ല. ദിസ് യൂഷ്വലി ഷുഡ് ബി അക്കമ്പൈൻഡ് ബൈ എ പാരാമെഡിക്കൽ യൂണിറ്റ് അല്ലെ, പാരാമെഡിക്കൽ സ്റ്റാഫ് ആരെങ്കിലും മാത്രം അവരോടൊപ്പം, ട്രെയിൻ നേഴ്സ്, പാരാമെഡിക്കൽ ആയിട്ടുള്ള ഏതെങ്കിലും നേഴ്സ് മാത്രം ഇവരോടൊപ്പം തന്നെ കൈകാര്യം ചെയ്തു പോകേണ്ടതുള്ളൂ. സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന നേഴ്സോ അല്ലെങ്കിൽ ഡോക്ടേഴ്സിന്റെ ഒന്നും സേവനം അവിടെ ആവശ്യമായിട്ട് വരുന്നില്ല. ഒരുപക്ഷെ ചിലപ്പോൾ വഷളായി പോകാൻ ചാൻസ് ഉണ്ട്, പക്ഷെ അവരുടെ ആ മെഡിക്കൽ അല്ലെ ആ ഒരു അറേഞ്ച്മെന്റ് അനുസരിച്ചിട്ട് അവരെ കൈകാര്യം ചെയ്യാനായിട്ട്, അതിന്റെ സപ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു പേഴ്സൺ എന്ന് പറയുന്നത് പാരാമെഡിക്കൽ സ്റ്റാഫിന്റെ ആവശ്യകതയേ ഉള്ളൂ. ചിലപ്പോൾ എന്തെങ്കിലും അല്ലെ നമുക്കറിയാം അത് കുറയുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇഷ്ടം കൂടി കൂട്ടിക്കൊക്കെ ഓക്സിജന്റെ ഇതൊക്കെ വെച്ചിട്ടാണ് പോകുന്നതെങ്കിൽ അത് കൃത്യമായിട്ട് തന്നെയാണോ എന്ന് നോക്കി തന്നെ കൈകാര്യം ചെയ്ത് കൊടുക്കാനൊക്കെ ആയിട്ട് പറ്റുന്ന ഒരവസ്ഥ. അതായത് അധികം ബുദ്ധിമുട്ടുകളില്ല എന്ന ഒരു പേഴ്സന്റെ ആവശ്യകതയും ഉണ്ട് എന്നുള്ളത്. ദെൻ നെക്സ്റ്റ് എന്താണ് ലെവൽ 2. ലെവൽ 2 എന്താ പറയുന്നത്, ഇറ്റ് കൺസിസ്റ്റ് ഓഫ് പേഷ്യൻസ് ഹു ആർ ഇൻ നീഡ് ഓഫ് ഒബ്സർവേഷൻ ഓർ intervention for failure of a single organ system and have to be accompanied by trained and professionalist personnel. അപ്പൊ അവിടെ എന്താണ് പ്രത്യേകത, പ്രത്യേകത ഞാൻ നോട്ട് ചെയ്ത് പറഞ്ഞു. ആ സെന്റൻസ് വായിച്ചപ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രത്യേകത കണ്ടായിരുന്നോ? അവിടെ ഫെയിലിയർ ഓഫ് എ സിംഗിൾ ഓർഗൻ സിസ്റ്റം അല്ലെ, ആ ഒരു ഓർഗൻ സിസ്റ്റത്തിന് ഒരു ഫെയിലിയർ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ എന്താണ്, എന്തായാലും ഒരു ഒബ്സർവേഷൻ ആവശ്യമാണ്. ഒബ്സർവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിരീക്ഷണം അല്ലെ. അവിടെ ആ ഒരു അവയവ സംവിധാനത്തിന് എന്തെങ്കിലും തകരാറുണ്ട് എന്നുള്ളത് കണ്ടെത്തിയിട്ടുള്ള പേഷ്യൻസ് ആണ് എങ്കിൽ അത് എന്താണ് നിരീക്ഷിച്ചുകൊണ്ടിരിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ ഒരു ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ സ്റ്റാഫ് ഈ ഒരു പേഷ്യന്റിനോടൊപ്പം തന്നെ പോകേണ്ടതുണ്ട്. അപ്പൊ ലെവൽ 2 നോക്കുക. It consists of a patient who are in need of observation or intervention for failure of a single organ system and have to be accompanied by single organ system failure ആണ് എങ്കിൽ അവിടെ ഒരു പേഴ്സന്റെ ആവശ്യം കൂടിയുണ്ട്. Have to be accompanied by trained and professional person. അപ്പൊ അവിടെ പേഴ്സൺ എന്തെങ്കിലും ട്രെയിൻ ചെയ്തിട്ടുള്ള, അതായത് അതിന്റെ പ്രാക്ടീസും അല്ലെ ഏത് ഓർഗൻ ആണോ അതിന്റെ എന്തെങ്കിലും കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന പേഴ്സൺ അവരോടൊപ്പം തന്നെ അക്കമ്പനി ചെയ്ത് പോകേണ്ടതുണ്ട്. നെക്സ്റ്റ് എന്താണ് ലെവൽ 3. ഇതിൽ എന്താ പറയുന്നത്, ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ പേഷ്യന്റ് വിത്ത് നീഡ് ഓഫ് അഡ്വാൻസ്ഡ് റെസ്പിറേറ്ററി കെയർ ഡ്യൂറിംഗ് ദ ട്രാൻസ്പോർട്ട് വിത്ത് ദ സപ്പോർട്ട് ഓഫ് അറ്റ്ലീസ്റ്റ് 2 ഫെയിലിംഗ് ഓർഗൻ സിസ്റ്റംസ്. ദീസ് പേഷ്യൻസ് മസ്റ്റ് ബി അക്കമ്പനിഡ് ബൈ competent doctor along with a nurse and a paramedic. അപ്പൊ ഇവിടെ പ്രധാനമായിട്ടും എടുത്തു പറയുന്ന ഒരു പോയിന്റ് 2 ഫെയിലിയർ ഓർഗൻ സിസ്റ്റം അല്ലെ, ഒന്നിൽ കൂടുതൽ എന്താണ് ഓർഗൻ സിസ്റ്റത്തിന് തകരാറുകൾ സംഭവിച്ചിട്ടുണ്ട് അല്ലെ. അവരുടെ അവയവ പ്രവർത്തനങ്ങൾക്ക് നമുക്കറിയാം എന്തെങ്കിലും അല്ലെ, അവയവങ്ങൾ നമ്മൾ ഹേർട്ട് നന്നായിട്ട് വർക്ക് ചെയ്യണം, ലങ്സിന് നന്നായിട്ട് വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ കിഡ്നി നന്നായിട്ട് വർക്ക് ചെയ്യണം. അതിന്റെയൊക്കെ എന്തിനെങ്കിലും അവയവങ്ങൾക്കൊക്കെ എന്തെങ്കിലും ഫെയിലിയർ ഒക്കെ സംഭവിക്കുന്നുണ്ടെങ്കിൽ ഈ പോകുന്ന പോക്കില് അല്ലെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കാൻ ചാൻസുകളുണ്ട്. അപ്പൊ അതിനെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന സ്പെഷ്യലൈസ് ചെയ്ത പേഴ്സൺസ് ഇവരോടൊപ്പം തന്നെ പോകേണ്ടതായിട്ട് വരും. അപ്പൊ എന്താണ് ലെവൽ 0 നമുക്ക് മനസ്സിലാവും, പ്രത്യേകിച്ച് ഓർഗൻ സിസ്റ്റത്തിനൊന്നും വലിയ പ്രോബ്ലംസ് ഒന്നുമില്ല.
അപ്പൊ അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നമൊന്നുമില്ലാതെ തന്നെ രോഗിയെ കൊണ്ടുപോകാം. അതേസമയം മറ്റൊന്നില് എന്താണ് ചെറിയ ചെറിയ വേരിയേഷൻസ്, പ്രഷർ കൂടുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ സിംറ്റംസ് ഒക്കെ ആണെങ്കിൽ അതിന് കൈകാര്യം ചെയ്യാനായിട്ട് ഒരു പാരാമെഡിക്കൽ ട്രെയിൻ സ്റ്റാഫിന്റെ ആവശ്യകതയുള്ളൂ. നെക്സ്റ്റ് ലെവൽ 2 എന്താണ്, സിംഗിൾ ഓർഗൻ സിസ്റ്റത്തിന് ഫെയിലിയർ സംഭവിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന സ്പെഷ്യൽ പേഴ്സൺ അവരോടൊപ്പം പോകണം. ദെൻ ലെവൽ 3 എന്താണ്, 2 ഫെയിലിയർ ഓർഗൻ സിസ്റ്റംസ് ഒന്നിൽ കൂടുതൽ ഓർഗൻ സിസ്റ്റത്തിന് കംപ്ലൈൻസ് സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ മസ്റ്റ് ബി അക്കംപൈൻഡ് ബൈ എ കോമ്പിറ്റന്റ് ഡോക്ടർ അലോങ് വിത്ത് നഴ്സ് ആൻഡ് പാരാമെഡിക്കൽ. അവിടെ 2-3 പേരും ആ ഒരു ട്രീറ്റ്മെന്റിന് യോഗ്യരായിട്ടുള്ള ഡോക്ടറും നഴ്സും ഒപ്പം തന്നെ അസിസ്റ്റ് ചെയ്യാൻ പാരാമെഡിക്കൽ സ്റ്റാഫുകളൊക്കെ ആവശ്യമുണ്ട്. അപ്പൊ അവരെല്ലാം കൂടി ആയിരിക്കും എന്താണ് ഒരു പേഴ്സണെ, മറ്റൊരു പേഷ്യന്റിനെ മറ്റൊരു സ്ഥലത്തേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അക്കംപൈൻ ചെയ്യേണ്ടത്. ജസ്റ്റ് വായിച്ചു നോക്കാം. അത് ഇമ്പോർട്ടന്റ് ആയ ഒരു ഇതാണ് ടോപ്പിക്കാണ്. ഇടയ്ക്കിടയ്ക്ക് മിക്കപ്പോഴും ക്വസ്റ്റ്യൻസിൽ ലെവൽ 1, ലെവൽ 2, ലെവൽ 3 വെച്ചിട്ട് ഏത് ക്വസ്റ്റ്യൻ ആണെങ്കിലും നമുക്ക് ചോദിക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതെല്ലാം തന്നെ നോട്ട് ചെയ്ത് വെക്കാം. ക്ലിയർ ആയോ? എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ഓക്കെ, ക്ലിയർ ആണ്. എങ്കിൽ നമുക്ക് നെക്സ്റ്റ് അതിന്റെ ഒരു ലാസ്റ്റ് ഒരു പാരഗ്രാഫ് ഉണ്ട്. എന്താണ്, ദ അക്കംപൈനിങ് പേഴ്സൺ ഷുഡ് ബി ആക്ച്വലി ട്രെയിൻഡ്, competent and experienced, and preferably should have done training in patient transfer and should have enough training in advanced cardiac life support, airway management and critical care. അതായത് നമുക്കറിയാം ഒരു പേഷ്യന്റിനെ സംബന്ധിച്ച് ക്രിട്ടിക്കൽ ആയിട്ടുള്ള അവസ്ഥകൾ എന്നൊക്കെ പറയുന്നത് ഹേർട്ട് വർക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ലങ്സ് വർക്ക് ചെയ്യാൻ ഈ വീക്ക് ആവുമ്പോൾ അങ്ങനെയൊക്കെയുള്ള എയർവേ എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം ശ്വാസം എടുക്കാൻ പറ്റാത്ത അവസ്ഥകൾ കാർഡിയാക് സപ്പോർട്ടിന്റെ ആവശ്യകതയോട് കൂടിയിട്ട് തന്നെ ഹേർട്ട് വർക്ക് ചെയ്യുന്ന സംഭവങ്ങൾ. അങ്ങനെയൊക്കെ വരുമ്പോൾ എന്താണ്, അവിടെ നല്ല വെൽ ട്രെയിനിങ് ആവശ്യമാണ്. ഇവരോടൊപ്പം തന്നെ പോകുന്ന പേഴ്സൺസിന് നമ്മൾ പറഞ്ഞ് എന്താണ്, ട്രെയിൻഡ് ആയിട്ടുള്ള പേഴ്സൺസ് ആയിരിക്കണം ഈ വെഹിക്കിളോടൊപ്പം ഈ പേഷ്യന്റിനോടൊപ്പം തന്നെ പോകേണ്ടത്. അപ്പൊ അവരതിന് മസ്റ്റായിട്ട് തന്നെ എക്സ്പീരിയൻസ്, ഇത്തരത്തിലുള്ള പേഷ്യൻസിനെ അനുസരിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് അവർ നേടിയിരിക്കണം. അക്കംപൈനിങ് പേഴ്സൺ ഷുഡ് ബി ആക്ച്വലി ട്രെയിൻഡ്, competent and experienced, and preferably should have done training. അതായത് ഓരോ പേഴ്സൺസിനും വ്യത്യസ്ത തരത്തിലുള്ള ഓരോ ഡിപ്പാർട്ട്മെന്റ് ബേസ് ചെയ്ത് നമുക്കറിയാം. കാർഡിയോളജി വിഭാഗം, അതേമാതിരി തന്നെ പൾമനോളജി വിഭാഗം എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം ലങ്സുമായി ബന്ധപ്പെട്ട്, കാർഡിയോളജി ഹേർട്ടുമായി ബന്ധപ്പെട്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പേഴ്സൺസിന് അത് ഹാൻഡിൽ ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും അപ്പൊ അത്തരത്തിലുള്ള പേഴ്സൺസ് തന്നെയായിരിക്കണം ഇവരോടൊപ്പം തന്നെ പോകേണ്ടത്. ഇതിനെന്താണ് നെക്സ്റ്റ് പറയുന്നത്, if the physician is not available to shift an unstable patient, then the provision of contacting the physician concerned by the transport team should certainly be ready for service. അതായത് നമ്മളിപ്പോ ചിലപ്പോഴെങ്കിലും ഡോക്ടേഴ്സിന്റെ തിരക്ക് കൊണ്ടും നമുക്കറിയാം എപ്പോഴും ഡോക്ടേഴ്സ് എന്താ പറയാ വെഹിക്കിളോടൊപ്പം തന്നെ ആ പേഷ്യന്റിനോടൊപ്പം തന്നെ പോകാൻ സാധ്യത കുറവാണ് ഇൻ കേസ് അത്രയും ക്രിട്ടിക്കലിയും അത്രയും എന്താ പറയുക അത്രയും മാറ്ററായ സംഭവങ്ങൾക്ക് മാത്രമൊക്കെയാണ് ഡോക്ടേഴ്സിനോട് കൂടി നമ്മൾ ഷിഫ്റ്റ് ചെയ്യാറുള്ളൂ. മിക്കപ്പോഴും എന്താണ്, ഇങ്ങനെ പോകുന്ന മാത്രയിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുകയാണെങ്കിൽ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് ഡോക്ടറിനുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് എന്താണ് ഒരു പ്രൊവിഷൻ ഇതൊന്ന് തരണം ചെയ്യാൻ എന്താണ് മാർഗം എന്നുള്ളത് കണ്ടെത്തി ആ പോകുന്ന ഇതിൽ തന്നെ അവർ ആ സൊല്യൂഷൻസ് ഏതൊക്കെ രീതിയിലാണോ ഉപയോഗിക്കേണ്ടത് അത് അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പൊ അതിനു വേണ്ടിയിട്ട് if the physician is not available to shift unstable patients, then the provision, അപ്പൊ എന്താണ് ഡോക്ടർ ഇല്ല എങ്കിൽ എന്താണ് നെക്സ്റ്റ് പ്രൊവിഷൻ, അത് എന്ന് പറയുന്നത് എന്താണ് ഫിസിഷ്യൻ കൺസേൺഡ് ബൈ ദ ട്രാൻസ്പോർട്ട് ടീം, ആ ടീമുമായിട്ട് ഡിസ്കസ് ചെയ്ത് അവര് പറയുന്ന കാര്യങ്ങൾ ആ സർവീസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ആ ടീം റെഡി ആയിരിക്കണം എന്നുള്ളത്. അപ്പൊ ഫസ്റ്റ്ലി നമ്മൾ സെന്റൻസിൽ പറഞ്ഞു നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പേഴ്സൺസ് ആണ് ഇവരോടൊപ്പം പോകേണ്ടതെന്ന്. നെക്സ്റ്റ് സെന്റൻസിൽ പ്രധാനമായിട്ട് പറയുന്നത്
അതുമായി ബന്ധപ്പെട്ട ഡോക്ടേഴ്സ് അല്ലെ ഫിസിഷ്യന്റെ ഒന്നും സേവനമില്ല എങ്കിൽ അവരെ കൺസൾട്ട് ചെയ്തിട്ട് അവർ പറയുന്ന കാര്യങ്ങൾ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന മതിയായ പേഴ്സൺസ് ആയിരിക്കണം അക്കമ്പനി ചെയ്യേണ്ടത്. ഓക്കെ, അതെ അതെ, ട്രാൻസ്പോർട്ട് ടീമാണ്. ഓക്കെ, ക്ലിയർ ആയി കാണുമല്ലോ. അപ്പൊ ജസ്റ്റ് അതൊക്കെ ഒന്ന് നോക്കാം. അതായത് ഫസ്റ്റ് ഇതിൽ ഞാൻ പറഞ്ഞു എല്ലാ പോയിന്റ്സും ഇമ്പോർട്ടന്റ് ആണ്. സിംഗിൾ ഓർഗൻ, ടു ഓർഗൻ പ്രോബ്ലംസ് ഉള്ളവർക്ക് അത് ഏത് ലെവലാണെന്നുള്ളതൊക്കെ കൃത്യമായിട്ട് തന്നെ അതിൽ ചോദിച്ചിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ലെവൽ 1, ലെവൽ 0, ലെവൽ 2, ലെവൽ 3 എന്നുള്ളത് എന്താണെന്നുള്ളത് വ്യക്തമായി തന്നെ മനസ്സിലാക്കിയിരിക്കാം. then ഇതില് എന്താണ് ഫിസിഷ്യന്റെ അഭാവത്തിൽ എന്താണെന്ന് ചോദിച്ചാൽ ആ കൺസേൺഡ് ടീം അല്ലെ അത് ഷുഡ് റെഡി ആയിരിക്കണം. എന്താണ് ഫിസിഷ്യൻ പറയുന്നത് ചെയ്യാനായിട്ട് അല്ലെ, അവര് പറയുന്നത് എന്താണോ അത് കൈകാര്യം ചെയ്യാനായിട്ട് റെഡി ആയിരിക്കണം. ദെൻ നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് എക്യുപ്മെന്റ്, ഡ്രഗ്സ് ആൻഡ് മോണിറ്ററിംഗ് ആണ്. നമ്മൾ ആദ്യമേ തുടങ്ങി ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ തുടങ്ങിയ കുറച്ച് കാര്യങ്ങൾ 1 by 1 ആയിട്ടാണ് ഡിസ്കസ് ചെയ്തത്. അതായത് ഡിസിഷൻ എടുത്തു, പിന്നെ ഏത് രീതിയിൽ ഇവരെ ഇതിനു വേണ്ടി നേരത്തെ കുട്ടി ഒരുക്കി, പിന്നെ ഏത് രീതിയിലാണ് ഇവരെ അല്ലെ മോഡ് ഓഫ് ട്രാൻസ്ഫർ ഒക്കെ കണ്ടു. അങ്ങനെ പല പല സെക്ഷൻ കഴിഞ്ഞിട്ടാണ് നമ്മൾ ലാസ്റ്റ് ഇതിലേക്ക് വന്നിരിക്കുന്നത് എക്യുപ്മെന്റ്, ഡ്രഗ് ആൻഡ് മോണിറ്ററിംഗ്. ഈ പോയിന്റ് പറയുന്നത് എക്യുപ്മെന്റ്, ഡ്രഗ് ആൻഡ് മോണിറ്ററിംഗ്, അതായത് ഈ ഒരു വെഹിക്കിളിൽ എന്തൊക്കെ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഈ രോഗിയുമായി ബന്ധപ്പെട്ട എക്യുപ്മെന്റ്, മരുന്നുകൾ അല്ലെ, അത് അല്ലെങ്കിൽ അവരുടെ രോഗാവസ്ഥകളൊക്കെ മോണിറ്റർ ചെയ്യാനുള്ള സംവിധാനങ്ങൾ, അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എ പ്രോപ്പർ ഇൻസ്പെക്ഷൻ വിത്ത് ദ പ്രൊവിഷൻ ഓഫ് ഓൾ ലൈഫ് സേവിംഗ് ഡ്രഗ്സ് ഇസ് കമ്പൽസറി ഫോർ ട്രാൻസ്ഫർ ഓഫ് ഓൾ പേഷ്യൻസ് വിത്ത് ലെവൽ 1, 2 and 3 ക്രിട്ടിക്കൽ കെയർ മീൻസ്. അതായത് 0 ലെവലിൽ നമ്മൾ പറഞ്ഞ വലിയ പ്രോബ്ലംസ് ഒന്നുമില്ല അല്ലെ. അപ്പൊ അതേസമയം ഈ 1, 2, 3 ഇതില് നമുക്കറിയാം സാധാരണ രീതിയിൽ ഒരു പാരാമെഡിക്കൽ സ്റ്റാഫിനാണെങ്കിലും അവരെ എന്താണെന്നുള്ളത് കണ്ടുപിടിച്ചിട്ട് അവരെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ മെഡിസിൻസ് ഒക്കെ കൊടുക്കാൻ പാകത്തേല് അവര് അയോഗ്യരായിരിക്കും അല്ലെ. ആ യോഗ്യരായ പേഴ്സൺസ് മസ്റ്റ് ആയിട്ട് എന്താണ് ഇതിൽ പ്രധാനമായിട്ട് എടുത്ത് പറയുന്നത് എ പ്രോപ്പർ ഇൻസ്പെക്ഷൻ വിത്ത് ദ പ്രൊവിഷൻ ഓഫ് ഓൾ ലൈഫ് സേവിംഗ് ഡ്രഗ്സ്. അതായത് ജീവൻ രക്ഷ അല്ലെ, ജീവൻ രക്ഷപ്പെടുത്താൻ പറ്റുന്ന മരുന്നുകൾ അത് കമ്പൽസറി ആയിട്ട് ഈ പേഷ്യന്റിനോടൊപ്പം തന്നെ എടുക്കേണ്ടതാണ്. അത് ഏത് ലെവലിലുള്ള പേഷ്യൻസ് ഒക്കെയാണ്? 1, 2, 3 ആൻഡ് അല്ലെ 1, 2, 3 ക്രിട്ടിക്കൽ ലെവൽ പേഷ്യൻസ്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് എന്താണ് ലൈഫ് സേവിംഗ് ആയിട്ടുള്ള ഡ്രഗ്സ് ഇവരോടൊപ്പം തന്നെ കൊണ്ടുപോകണം. ലൈഫ് സേവിംഗ് ഡ്രഗ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം പെട്ടെന്നല്ലേ എന്തിനാ സംഹാരികളോ അല്ലെങ്കിൽ എന്താണ് സെഡേറ്റീവ് ആയിട്ടുള്ള മെഡിസിൻസ് അങ്ങനെയൊക്കെ ഉള്ള അത് മാത്രമല്ല പെട്ടെന്ന് എങ്ങനെയെങ്കിലും ഡൗൺ ആയിട്ട് പോവുകയാണെങ്കിൽ ശ്വാസം ഇത് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഊർജം പകർന്ന തരത്തിലുള്ള മെഡിസിൻസ് അങ്ങനെയൊക്കെയുള്ള മെഡിസിൻസുകളൊക്കെ ഇവർ കീപ്പ് ചെയ്യേണ്ടതുണ്ട്. The transfer ambulance should be prepared with all drugs and devices needed for airway operation, oxygenation, ventilation, then hemodynamic monitoring and resuscitation. അതായത് നോക്കാം, ഈ ആംബുലൻസ് എന്ന് പറയുന്നത് റെഡിയാക്കി നിർത്തണം അല്ലെ. ഈ ആംബുലൻസ് എന്ന് പറയുന്നത് ഇതിൽ എല്ലാ തരത്തിലുള്ള മെഡിസിൻസും എടുത്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണം. അതോടൊപ്പം തന്നെ ഡിവൈസസ്, വ്യത്യസ്ത ഉപകരണങ്ങളും ഇതിനോടൊപ്പം വേണമല്ലേ. ചിലപ്പോഴൊക്കെ എയർവേ നമുക്കറിയാം അവർക്ക് വായു നേരാവണ്ണം ശ്വസിക്കാൻ പറ്റാതെ വരുമ്പോൾ നമ്മൾ ജസ്റ്റ് കണ്ടെയ്നർ അല്ലെ പലതരത്തിലുള്ള ഇതുകളെല്ലാം നമ്മൾ കണ്ടെയ്നർ എയർവേ കൊടുക്കാൻ പറ്റുന്ന സംഭവങ്ങളെല്ലാം. അതോടൊപ്പം തന്നെ ഓക്സിജനേഷൻ, നമ്മളിപ്പോ ഒരു സിലിണ്ടർ ഓക്സിജൻ സിലിണ്ടറിന്റെ ആവശ്യകതയുണ്ടെങ്കിൽ അല്ലെങ്കിൽ വെന്റിലേഷന്റെ ആവശ്യകതയുണ്ടെങ്കിൽ, അതായത് ശ്വാസം നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് അല്ലെ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അതിന്റെ സപ്പോർട്ടീവ് ആവശ്യമുണ്ടെങ്കിൽ അതെല്ലാം ഇതോടൊപ്പം തന്നെ കരുതണം. ഹീമോഡൈനാമിക് മോണിറ്ററിംഗ്, നമ്മുടെ എന്താണ് ബ്ലഡ് സർക്കുലേഷൻ സംഭവങ്ങളൊക്കെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ റെസിസിറ്റേഷൻ എന്ന് പറയുന്നത് നമ്മൾ പെട്ടെന്ന് അല്ലെ ജീവൻ എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോകാൻ ചാൻസ് ഉണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ ഡിഫിബ്രിലേറ്റർ പോലെയുള്ള മെഷീൻസ് അല്ലെ, അത് ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്ന ഒരു മെഷീനാണ്. അപ്പൊ ജീവൻ ചിലപ്പോ ഒരു ചാൻസ് ഉണ്ട് അല്ലെ. ഇപ്പൊ നമുക്കറിയാം 2, 3 ഉള്ള അല്ലെ 1, 2, 3 ലെവലിലുള്ള പേഴ്സൺസിന്റെ ഒപ്പം ആരെങ്കിലും അക്കമ്പനി ചെയ്യുന്നുണ്ട് അല്ലെ.
അപ്പൊ അവർക്ക് ഈ ഒരു രോഗിയെ ചലനങ്ങൾ അല്ലെ അവരുടെ വീക്ഷണത്തോടു കൂടി മനസ്സിലാക്കാൻ സാധിക്കും. എന്തെങ്കിലുമൊക്കെ ചാൻസ് ഉണ്ട് അല്ലെ, ഇതിന്റെയൊക്കെ എന്തെങ്കിലും ചിലപ്പോൾ ഓക്സിജൻ സിലിണ്ടർ ആവശ്യകതയുണ്ട്, വെന്റിലേഷന്റെ ആവശ്യകതയുണ്ട്, അല്ലെങ്കിൽ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് ഒന്നുകൂടി പുനർജീവിക്കാൻ വേണ്ടിയിട്ട് എന്താണ് ഡിഫിബ്രിലേറ്ററിന്റെ ആവശ്യകതയുണ്ട്. അപ്പൊ അത് ആ രീതിയിൽ തന്നെ യൂസ് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. അപ്പൊ ആ രോഗിക്ക് അതിന്റെ സപ്പോർട്ടോട് കൂടിയിട്ട് എന്താണ് മറ്റൊരു പ്ലേസിലേക്ക് എത്തുന്നത് വരേക്കും ജീവൻ നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. Next, all the inspection needs to be confirmed before the beginning of a transfer together with the starting of infusion transfer. അതായത് ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ പറയുന്നുണ്ട് അല്ലെ, പലതരത്തിലുള്ള മെഡിസിൻസ് എടുക്കണമെന്ന് ഡ്രഗ്സുകൾ എടുക്കണമെന്ന് പറഞ്ഞു. അതില് ചിലപ്പോഴൊക്കെ നമ്മൾ നേരത്തെ കണ്ടായിരുന്ന ചില പേഷ്യൻസ് ഒക്കെ അല്ലെ ഭയങ്കരമായിട്ട് എന്താണ് മെന്റലി ഡിസോർഡർ ഒക്കെ ആയിട്ടുള്ള പേഴ്സൺസ് ഒക്കെ ആണെങ്കിൽ പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ അവര് ഭയങ്കരമായിട്ട് അല്ലെ ഭയങ്കരമായിട്ട് എന്താ പറയുന്ന കൺട്രോളബിൾ ആയിരിക്കില്ല. അപ്പൊ അവർക്കൊക്കെ ഒന്ന് മയക്കി കിടത്തേണ്ട മെഡിസിൻസ് ഒക്കെ അവര് കറക്റ്റ് ആയിട്ട് തന്നെ കൊടുക്കേണ്ടതൊക്കെ ഉണ്ട്. എന്താണ് പറയുന്നത്, ഇൻഫ്യൂഷൻ ഡ്രഗ്സ്. ഇൻഫ്യൂഷൻ ഡ്രഗ്സ് എന്ന് പറയുമ്പോൾ മയക്കത്തിൽ ആക്കുന്ന തരത്തിലുള്ള ഡ്രഗ്സ് അല്ലെ. അപ്പൊ ഓൾ ദ ഇൻസ്പെക്ഷൻ നീഡ്സ് ടു ബി കൺഫേംഡ് ബിഫോർ ദ ബിഗിനിങ് ഓഫ് എ ട്രാൻസ്ഫർ. നമ്മൾ എപ്പോഴും ഈ ട്രാൻസ്ഫറിന് മുമ്പ് എപ്പോഴും എല്ലാ സാധനങ്ങളും ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ നമ്മൾ ഉറപ്പുവരുത്തേണ്ടതാണ് ഇത്തരത്തിലുള്ള ഇൻഫ്യൂഷൻ ഡ്രഗ്സ് ഒക്കെ ഇവരോടൊപ്പം കൊണ്ടുപോകുന്നുണ്ടോ എന്നുള്ളത്. The drugs required for patients transfer involve muscle relaxant, അതായത് മസിലുകളൊക്കെ റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെഡിസിൻസ്. ദെൻ എന്താണ് സെഡേറ്റീവ്, മയങ്ങി കിടക്കാനുള്ള മെഡിസിൻസ്. ദെൻ അനാൽജസിസ് എന്ന് പറയുമ്പോൾ എന്താണ് വേദന സംഹാരികള്. ദെൻ എന്താണ് ഐനോട്രോപ്പ് അല്ലെ, ഐനോട്രോപ്സ് എന്ന് പറയുന്നതും ഈ മസിൽ റിലാക്സേഷൻ പോലത്തെ തരത്തിലുള്ള മെഡിസിൻസ് ആണ്. ആൻഡ് റെസിസിറ്റേഷൻ ഡ്രഗ്സ്, നേരത്തെ പറഞ്ഞ മാതിരി പെട്ടെന്ന് അല്ലെ പുനർജീവൻ കിട്ടാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന തരത്തിലുള്ള മെഡിസിൻസ്. അതെന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് തന്നെ അവരോടൊപ്പം തന്നെ കൊണ്ടുപോകണം. Then the person responsible to patient transfer should assure correct supplies of these emergency drugs. Some of these drugs may be needed to be prepared in a pre-filled syringe before the transfer. നമ്മള് കൊണ്ടുപോകുമ്പോൾ ഇങ്ങനെ മസ്റ്റ് ആയിട്ടും ഇങ്ങനെ ശ്രദ്ധിക്കണമെന്ന് പറയും അല്ലെ, ഇൻസ്പെക്ഷൻ വരുത്തണമെന്ന് പറയും. എന്തുകൊണ്ടാണ് അങ്ങനെ ഇൻസ്പെക്ഷൻ വരുത്തണമെന്ന് പറയുന്നത്? ഞാൻ കുറച്ചു നേരം ഞാൻ മാത്രം പറയുമ്പോൾ നിങ്ങൾ ആകെ സൈലന്റ് ആയി പോകും, ഒത്തിരി കൂടി ഇൻവോൾവ് ആവാൻ പറ്റും. അപ്പൊ ഞാൻ പറയുന്ന പോയിന്റിലേക്ക് വരിക അല്ലെ. നമ്മളിപ്പോ ഇത്തിരി കൂടി വയലൻസി ഉള്ള പേഷ്യൻസ് ആണ്. അപ്പൊ അവർക്ക് കൃത്യമായിട്ട് നമ്മൾ ഇൻസ്പെക്ട് ചെയ്യണം അല്ലെ, നിരീക്ഷിച്ചുകൊണ്ടിരിക്കണമെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് അങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കണമെന്ന് പറയുന്നത്? ആ മെഡിസിന്റെ എന്തെങ്കിലും തോന്നുന്നുണ്ടോ ഞാൻ പറഞ്ഞതില്? ചിലപ്പോഴൊക്കെ ചില പേഷ്യൻസ് വയലൻസ് ഫീൽ ചെയ്യുന്ന പേഷ്യൻസ് ആയിരിക്കും അല്ലെ. അപ്പൊ അവരിങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് അവരെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കണം. ആ ബോധാവസ്ഥയിൽ തന്നെ അവരെന്തെങ്കിലുമൊക്കെ ചലനങ്ങളിൽ നിന്ന് നമുക്ക് അറിയാൻ പറ്റും അവരെ ബോധം അല്ലെ, അത് തിരിച്ചു വരാനായിട്ടുള്ള ആ ഒരു സാധ്യതകൾ, അതായത് ഇത്തിരി കൂടി വയലൻസി കാണിക്കാനുള്ള സാധ്യതകൾ ഉണ്ടാകുമെന്ന് തിരിച്ചറിയേണ്ടതുണ്ട് അല്ലെ. അപ്പൊ അത് വരുമ്പോൾ അങ്ങനെ അപ്പോ കുറച്ചും കൂടി വയലൻസി വരികയാണെന്ന് കാണുമ്പോൾ എന്താ ചെയ്യാ, നമ്മള് കൊണ്ടുപോകുന്ന വ്യക്തികൾ എന്തായിരിക്കും ചെയ്യാ? എന്തെങ്കിലും ചെയ്യോ? സെഡേഷൻ കൊടുക്കും അല്ലെ. അതിന് വീണ്ടും എന്തെങ്കിലും സെഡേഷൻ കൊടുക്കും. യെസ്, ഗുഡ്. അപ്പൊ നിങ്ങൾ ഇവിടെ തന്നെ ഇൻവോൾവഡ് ആണ്, കാരണം നിങ്ങൾ കാണുന്നില്ലല്ലോ. ആക്ച്വലി ഇത് ഇങ്ങനെ ഓൺ ചെയ്ത് വെച്ചിട്ട് ബോറായിട്ട് എന്നോട് കിടക്കണം എന്നൊക്കെ അറിയുന്നോളാം. അപ്പൊ എന്താണ് സെഡേഷൻ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ തീർച്ചയായിട്ടും ഇങ്ങനെ സെഡേഷൻ ഒക്കെ കൊടുക്കണമെങ്കിൽ എന്താണ്, ചിലപ്പോഴെങ്കിലും സം ഓഫ് ദീസ് ഡ്രഗ്സ് മേ ബി നീഡഡ് ടു ബി പ്രിപ്പയർഡ് ഇൻ pre-filled syringes before the transfer. ചിലപ്പോഴൊക്കെ അത് നേരത്തെ കുട്ടിക്ക് നിറച്ചിങ്ങനെ ഫില്ല് ചെയ്തൊക്കെ വെക്കേണ്ടി വരും. കാരണം ആ ടൈമിൽ തന്നെ ഇവർക്ക് അല്ലെ നമ്മൾ നേരത്തെ പറഞ്ഞ കനാൽസ് ഒക്കെ ഘടിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ആ കനാൽ അല്ലെ നമ്മള് ഇതിലൂടെ അല്ലെ ഞരമ്പിലൂടെ തന്നെ പുഷ് ചെയ്ത് കൊടുക്കാൻ മാതിരി നമ്മളത് സെറ്റ് ചെയ്ത് വെക്കണം എന്നുള്ളത്. ഇവര് ആ ബോധാവസ്ഥ വീണ്ടെടുക്കുന്നതനുസരിച്ചിട്ട് തന്നെ ആ ടൈമിൽ തന്നെ ഇവർക്ക് അത് കൊടുത്ത് അല്ലെ ആ വ്യക്തിയെ വീണ്ടും ഒന്ന് മയക്കി. ചിലപ്പോഴൊക്കെ വേദന കൊണ്ടായിരിക്കാം. എന്താണെങ്കിലും അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് അറേഞ്ച് ചെയ്യേണ്ട ഒരു കാര്യം കൂടിയാണ് ഇതിൽ എടുത്ത് പറയുന്നത്. അപ്പൊ അത്തരത്തിലുള്ള മെഡിസിൻസ് ഒക്കെ കീപ്പ് ചെയ്യണം. അത് മോണിറ്റർ അല്ലെ കൃത്യമായിട്ട് തന്നെ ഇൻസ്പെക്ട് ചെയ്ത് കൊടുക്കേണ്ട സമയത്ത് തന്നെ അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കണം എന്നുള്ളത്. നെക്സ്റ്റ് എന്താണ്, the minimal standard of inspection suggested for patient transfer include uninterrupted electrocardiogram inspection,
non-invasive blood pressure, oxygen saturation and temperature. നമുക്കറിയാം മിനിമം സ്റ്റാൻഡേർഡ് ആയിട്ട് ഇപ്പൊ കൊണ്ടുപോകുന്ന സമയത്ത് ഒരുപാട് ഡിസ്റ്റൻസ് ഉള്ള ഒരു പ്ലേസിലേക്ക് മീൻസ് ഒരുപാട് അകലെയാണെങ്കിൽ നമുക്കറിയാം അതിന് അതിൻ്റെതായിട്ടുള്ള ഇച്ചിരി കൂടി കെയർ കാര്യങ്ങൾ കൊടുത്തിരിക്കും. എനിവേ ഏത് അകലത്തിലാണെങ്കിലും നമ്മൾ ഈ രോഗിയെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കണം. പ്രധാനമായിട്ടും അവർക്ക് അല്ലെ ഇലക്ട്രോകാർഡിയോഗ്രാം ഇൻസ്പെക്ഷൻ ഉണ്ടായിരിക്കും. കാരണം അങ്ങനെയുള്ള പേഷ്യൻസ് ആണ് എങ്കിലും അതുമായി ബന്ധപ്പെട്ട് അല്ലെ ഹേർട്ടിന്റെ അതിന്റെയൊക്കെ പ്രവർത്തനങ്ങൾ എന്താണെന്നത് ഇൻസ്പെക്ട് ചെയ്യും. നോൺ ഇൻവസീവ് ബ്ലഡ് പ്രഷർ അല്ലെ എപ്പോഴും എന്തെങ്കിലും അപകടകരമായ അല്ലെ അക്രമാസക്തമായ രീതിയിൽ ബ്ലഡ് പ്രഷർ ഒക്കെ വരുന്നുണ്ടോ എന്നുള്ളതൊക്കെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കണം. ഓക്സിജൻ സാച്ചുറേഷൻ അതായത് മതിയായ അളവിൽ തന്നെ ഓക്സിജൻ ഒക്കെ അല്ലെ ബോഡിയിലേക്ക് എത്തുന്നുണ്ടോ, അതേമാതിരി തന്നെ ടെമ്പറേച്ചർ അല്ലെ ചൂടൊക്കെ എന്തെങ്കിലും കൂടിപ്പോകുന്നുണ്ടോ, അതൊക്കെ നമുക്ക് ഒരു സിഗ്നലുകളാണ് അല്ലെ പേഷ്യൻസിനെ സംബന്ധിച്ച് സിംറ്റംസുകളാണ്. ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഇച്ചിരി കൂടി ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ പേഴ്സൺസ് ഒക്കെ ആണെങ്കിലും അല്ലെങ്കിൽ ബ്ലീഡിങ്ങും കാര്യങ്ങളൊക്കെ എല്ലാം തന്നെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് അല്ലെ വാച്ച് ചെയ്തിട്ട് വേണം കൊണ്ടുപോകാനായിട്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. The next sentence, the non-invasive blood pressure may be notably affected by the motion. Then artifacts, after facts and after effects എന്നാണോ ഇതൊന്ന് തിരുത്തിയരെ. മോഷൻ ആഫ്റ്റർ എഫക്ട്സ് AFTER EFF ECTS after effects. Notable affected by the motion after effects. കിട്ടിയോ? തിരുത്തേണ്ട ആ ഒരു വേർഡ് കിട്ടിയോ? ഓക്കെ. അതായത് നമ്മളിപ്പോ ഈ രോഗിയെ കൊണ്ടുപോകുന്ന അവസ്ഥയിൽ നമുക്കറിയാം ആംബുലൻസിലാണെങ്കിലും അത് രോഗിയെ അല്ലെ ചലനത്തിന് സാധ്യമാണ് അല്ലെ. അപ്പൊ ആ ചലനം ചലിച്ചുകൊണ്ടിരിക്കുന്ന മാത്രയിലും അവർക്ക് അവരുടെ രോഗാവസ്ഥയിൽ മാറ്റങ്ങൾ സംഭവിക്കാം അല്ലെ. അതാണ് ആ മോഷൻ ആഫ്റ്റർ എഫക്ട്സ് കൊണ്ട് എന്ന് പറയുന്നത്. അതായത് നമ്മൾ കൊണ്ടുപോകുന്ന സമയത്ത് തന്നെ ആക്രമാസക്തമായ രീതിയിൽ എന്തെങ്കിലും പ്രഷർ കൂടുകയോ കുറഞ്ഞു പോവുകയോ അല്ലെ എന്തെങ്കിലും പേടിച്ചുകൊണ്ട് അല്ലെ അവർക്ക് സാധ്യതകളുണ്ട്. അതൊക്കെ സംഭവിച്ചത് കൊണ്ടൊക്കെ ആ രോഗിക്ക് എന്തെങ്കിലുമൊക്കെ ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പൊ അതെല്ലാം ഇൻസ്പെക്ട് അല്ലെ അവര് നിരീക്ഷിച്ചുകൊണ്ടിരിക്കണം. സോ ഇറ്റ് മേ ബി കോഷ്യസ് ടു യൂസ് ഇൻവസീവ് ബ്ലഡ് പ്രഷർ ഇൻസ്പെക്ഷൻ ഇൻ സെലക്ടഡ് സബ്സെറ്റ് ഓഫ് എ പേഷ്യന്റ്. ഇത് ഇത്രയും കൂടി അല്ലെ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഒന്നാണ്. കാരണം രോഗിയെ കൊണ്ടുപോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി രോഗിക്ക് പേടി കൂടാനൊക്കെ വരാൻ സാധ്യത കൂടുതലാണ്. ബ്ലഡ് പ്രഷർ വേരിയേഷൻസ് കാണിക്കും. അപ്പൊ അതിനുള്ള മുൻകരുതലുകൾ എന്തായാലും എടുക്കണമെന്ന് മനസ്സിലാക്കി തന്നെയായിരിക്കണം പേഷ്യന്റിനോടൊപ്പം പോകേണ്ടവര് കരുതി വെക്കേണ്ട മെഡിസിൻസ് ഒക്കെ കീപ്പ് ചെയ്യേണ്ടതും എല്ലാ കാര്യങ്ങളും അവരോടൊപ്പം കൈകാര്യം ചെയ്ത് പോകേണ്ടതും. അതാണ് ഉദ്ദേശിക്കുന്നത്. ഈ മൂവ്മെന്റ് കൊണ്ട് സാധ്യതയുണ്ട്, അതുകൊണ്ട് അത് ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നാണ്. The next എന്താണ്? All the inspection equipment should be secured accurately and should be placed at below the level of a patient for uninterrupted inspection. അതായത് നമ്മളല്ലേ തടസ്സമില്ലാത്ത രീതിയിൽ തന്നെ എല്ലാം സ്ഥാപിക്കണം. നമ്മളിപ്പോ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്ന എക്യുപ്മെന്റ്സ് ഒക്കെ മതിയായ രീതിയിലും എന്നാൽ ആവശ്യത്തിന് ഉപയോഗിക്കത്തക്ക വിധത്തിലും എളുപ്പത്തിലും അല്ലെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന തരത്തില് എല്ലാം രോഗിയോടൊപ്പം തന്നെ സ്ഥാപിച്ച് അറേഞ്ച് ചെയ്യണം. അതാണ് ഉദ്ദേശിക്കുന്നത്. All the inspection equipment should be secured accurately and should be placed at below the level of the patient for uninterrupted inspection. Uninterrupted inspection എന്ന് പറയുന്നത് തടസ്സമില്ലാത്ത രീതിയിൽ അല്ലെ ശ്രദ്ധിക്കാൻ പറ്റുന്ന വിധത്തിൽ. എന്താണ്? The electrical devices must be functional on battery power with the provision of extra batteries during transfer. ഇലക്ട്രിക്കിന്റെ സഹായത്തോട് കൂടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ ആണെങ്കിൽ അതെ മസ്റ്റായിട്ട് ബാറ്ററിക്ക് കറക്റ്റ് ആണെന്നുള്ളത് അല്ലെ പവറൊക്കെ കറക്റ്റ് ആണെന്നുള്ളത് ഉറപ്പുവരുത്തണം. ഇൻ കേസ് എന്തെങ്കിലും സംഭവിച്ചാലോ എന്നോർത്ത് എക്സ്ട്രാ ബാറ്ററി വേണമെങ്കിൽ അതും കരുതിയിരിക്കണം എന്നുള്ളത്. നമുക്കിപ്പോ ചെറിയൊരു സംഭവമാണെങ്കിൽ ഓക്സിമീറ്റർ അല്ലെ നമ്മള് ഓക്സിജന്റെ അളവൊക്കെ എടുക്കാനായിട്ട് ചിലപ്പോൾ കയ്യിലിങ്ങനെ ഘടിപ്പിക്കുന്നതാണ്. അതിലും പക്ഷെ ചെറുതായിട്ട് ഒരു ബാറ്ററികളുണ്ട് അല്ലെ. അത് ശരിയല്ല എങ്കിൽ എന്താണ് അത് കൃത്യമായിട്ടുള്ള അളവ് ഓക്സിജൻ എത്രത്തോളം കറക്റ്റ് ആയിട്ടാണോ വലിച്ചെടുക്കണേ എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് കാണിച്ചു തരില്ല. അപ്പൊ ചെറുതാണെങ്കിലും ഈ ബാറ്ററികളൊക്കെ ഉണ്ട് എന്നുള്ളത് ഇവർ ഉറപ്പുവരുത്തണം. എക്സ്ട്രാ ഉള്ളത് കരുതി വെക്കേണ്ടതുണ്ട്. ലാസ്റ്റ് പറയുന്നത് പേഷ്യന്റ് ഓൺ വെന്റിലേറ്റർ മസ്റ്റ് ബി ഷിഫ്റ്റഡ് ഓൺ portable transport ventilators with the provision of a display of alarm associated with
cardiac volume, airway pressure, inspiratory expiratory ratio, inspired oxygen fraction and respiratory rate. അതായത് നമ്മളിപ്പോ അല്ലെ അത് കൊണ്ടുപോകുമ്പോഴൊക്കെ ഇൻ കേസ് ഇവിടെയൊക്കെ അല്ലെ ഒരു ഇതിലേക്കൊക്കെ ഐസിയുലൊക്കെ കിടക്കുമ്പോഴൊക്കെ നമുക്ക് അറിയാൻ പറ്റും ഒരു സീരിയൽ കാണിക്കില്ല അവരിങ്ങനെ വേരിയേഷൻസ് കാണിക്കുമ്പോഴുള്ള അലാറം സെറ്റ് ചെയ്യുന്നുണ്ട്. ആ ടൈഡിയൽ വോളിയം എന്ന് പറഞ്ഞു ഇതായ രീതിയിൽ ഈ വോളിയം കൂടുതലനുസരിച്ചിട്ട് അല്ലെ എന്തെങ്കിലും ക്രിട്ടിക്കൽ ആയിട്ടുള്ള സ്റ്റേജുകൾ എത്തുകയാണെങ്കിലൊക്കെ ആ വോളിയം കൂടി സെറ്റ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും പേഷ്യന്റിനെ കൊണ്ടുപോവുക. അപ്പൊ അവര് ആ മോണിറ്റർ ചെയ്യുന്നതിന്റെ ഒപ്പം അല്ലെ അലാറം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള സമയത്ത് അത് അലാറം വർക്ക് ചെയ്യും. അപ്പൊ ഇവരെ നോക്കാനൊക്കെ ആയിട്ട് എളുപ്പമായിരിക്കും. ആ ഒരു സംവിധാനം അങ്ങനെയുള്ള പേഷ്യൻസിന് വേണമെങ്കിൽ ചെയ്യേണ്ടതുണ്ട്. എയർവേ പ്രഷർ, ഇൻസ്പിറേറ്ററി എക്സ്പിറേറ്ററി റേഷ്യോ, അതായത് നമുക്കറിയാം അല്ലെ എയർവേ നമ്മുടെ വായു എടുക്കാൻ പറ്റുന്ന അവസ്ഥ, അതേമാതിരി തന്നെ ഇൻസ്പിറേറ്ററി എക്സ്പിറേറ്ററി റേഷ്യോ എന്ന് പറഞ്ഞാൽ ഉള്ളിലേക്ക് വലിച്ചെടുക്കുന്ന ഓക്സിജന്റെ അളവും പുറത്തേക്ക് അല്ലെ പുറന്തള്ളുന്ന കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവും അതൊക്കെ കൃത്യമായിട്ട് തന്നെ അല്ലെ അത് കൃത്യമായി തന്നെ അനുപാതത്തിലായിരിക്കണം. അല്ലെങ്കിൽ മതിയായ രീതിയിലുള്ള അനുപാതത്തിലല്ല എങ്കിൽ രോഗിക്ക് ബുദ്ധിമുട്ട് ഉളവാക്കും അല്ലെ. അപ്പൊ അതൊക്കെ എപ്പോഴും എക്സാമിൻ ചെയ്യാം. ഇൻസ്പയർ ഓക്സിജൻ ഫ്രാക്ഷൻ ആൻഡ് റെസ്പിറേറ്ററി റേറ്റ്, അതേമാതിരി തന്നെ ഇത് അല്ലെ ഓക്സിജന്റെ അളവ് മതിയായ രീതിയിൽ തന്നെ എല്ലായിടത്തേക്കും എത്തുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. അത്തരത്തിലുള്ള സംവിധാനങ്ങളെല്ലാം ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും അതെല്ലാം അവരോടൊപ്പം തന്നെ കൊണ്ടുപോകണം. ചെറിയ ഉപകരണങ്ങളാണെങ്കിൽ അതൊക്കെ കൊണ്ടുപോകണം. ഒപ്പം തന്നെ ഈ ഉപകരണത്തിലൊക്കെ ബാറ്ററി ആണെങ്കിൽ അത് കൃത്യമായിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യണം. എക്സ്ട്രാ ഓർമ്മൊക്കെ കരുതി തന്നെയായിരിക്കണം ഇവര് കൊണ്ടുപോകേണ്ടത്. വീണ്ടും സ്പെഷ്യൽ കൺസിഡറേഷൻ പറയുന്നുണ്ട്. ഓക്കെ, ജസ്റ്റ് ഇതുവരെ ഒന്ന് വായിച്ചു നോക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ചോദിച്ചു പോട്ടോ. നമുക്കൊരു ലാസ്റ്റ് ഒരു ഭാഗം കൂടെയുണ്ട്. ആരെങ്കിലും ഓഡിറ്റ് കൊണ്ടുവന്നായിരുന്നോ? എടുത്ത് വെച്ചിട്ടുണ്ടോ? ഇത് കഴിയുമ്പോൾ സ്റ്റാർട്ട് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചായിരുന്നു, പക്ഷെ പറ്റുമെന്ന് തോന്നുന്നില്ല. ജസ്റ്റ് നോക്കാം. പോയിന്റ് നോക്കാം. All the inspection equipment should be secured accurately and should be placed. Okay. The minimum standard of inspection suggestion for patient transfer include uninterrupted electrocardiogram inspection, non-invasive blood pressure, oxygen saturation and temperature. അതായത് ഫസ്റ്റ് സെന്റൻസിൽ പറയുന്നത് എപ്പോഴും നിരീക്ഷിച്ചുകൊണ്ടിരിക്കണം അല്ലെ. ഈ ഒരു പേഷ്യന്റിനെ നമ്മൾ എക്സാമിൻ ചെയ്തുകൊണ്ടിരിക്കണം. അത് എന്തൊക്കെയാണ് എക്സാമിൻ ചെയ്തുകൊണ്ടിരിക്കണം എന്ന് പറയുന്നത്? ഇന്റർപ്യൂട്ട് എന്ന് പറഞ്ഞാൽ തടസ്സമില്ലാത്ത, അൺഇന്റർപ്യൂട്ടഡ് തടസ്സമില്ലാത്ത രീതിയിൽ നമ്മൾ മോണിറ്റർ ചെയ്യാൻ അവരുടെ ഹേർട്ടിന്റെ ഇതുകളെല്ലാം ഇലക്ട്രോകാർഡിയോഗ്രാം ഇൻസ്പെക്ഷൻ നടത്താൻ പറ്റുന്ന വിധത്തില് രോഗിയെ അറേഞ്ച് ചെയ്യണം എന്നുള്ളത്. നമ്മളിപ്പോ എന്താ പറയുന്ന എല്ലാ മോണിറ്ററിംഗ് സംവിധാനങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊന്ന് വെരിഫൈ ചെയ്ത് എക്സാമിൻ ചെയ്യാൻ പറ്റാത്ത രീതിയിലാണെങ്കിൽ കുഴപ്പമില്ല, പറ്റില്ലല്ലോ. Unreputed. Okay. PU ഇല്ലല്ലേ? Uninterrupted ആണോ അല്ലേ? അതുകൊണ്ട് ഓക്കെ.
ഓക്കെ, രണ്ടിടത്തും സെയിം സ്പെല്ലിംഗ് തന്നെയാണോ നോക്കിയതാണ്. അൺഇൻഡക്റ്റഡ് എന്നാണ്, യു ആണ് ഞാൻ പ്രൊനൗൺസ് ചെയ്തത്. ഓക്കെ, സോറി. ഇൻഡക്റ്റഡ് ആണ്, ഞാൻ ഇൻഡക്റ്റ്യൂട്ടഡ് എന്നാണ്, യു മൈൻഡിലേക്ക് ചെയ്യുക, സ്പെല്ലിങ്ങിന്റെ സ്റ്റാർട്ടിങ് അങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്തത്. ഓക്കെ, അതെ, സോറി. ഇവിടെ രണ്ടിടത്തും അത് വരുന്നുണ്ട്, അൺഇൻഡക്റ്റഡ്. Then അപ്പൊ നോക്കാം, the minimum standard of inspection suggested for the patient transfer include uninterrupted electrocardiogram inspection. ഓക്കെ, അവിടെ നമ്മൾ തടസ്സമില്ലാത്ത രീതിയിൽ ഇത് ഇൻസ്പെക്ഷൻ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അറേഞ്ച് ചെയ്യണം. നോൺ ഇൻവസീവ് ബ്ലഡ് പ്രഷർ, ഓക്സിജൻ സാച്ചുറേഷൻ, അല്ലെ, അത് ഒക്കെ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ബ്ലഡ് പ്രഷർ ഒക്കെ അത് അക്രമാസക്തമായ രീതിയിലല്ലാത്ത രീതിയിലാണോ എന്നുള്ളതൊക്കെ എക്സാമിൻ ചെയ്യണം. then എന്താണ് ഓക്സിജന്റെ അളവ്, അല്ലെ, മതിയായ രീതിയിൽ ഓക്സിജൻ ഒക്കെ വലിച്ചെടുക്കുന്നുണ്ടോ എന്ന് നോക്കുക. പിന്നെ എന്താണ്, the non invasive blood pressure may be notably affected by the motion ആഫ്റ്റർ എഫക്ട്സ്. അവിടെ എന്താണ് അത് ക്ലിയർ ചെയ്തിട്ട് കാണും. ആഫ്റ്റർ എഫക്ട്സ്, അല്ലെ, നമ്മുടെ ചലനം കൊണ്ട് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ എന്നുള്ളതും അത് കരുതിക്കൊണ്ട് തന്നെ അതനുസരിച്ചിട്ട്, സോ ഇറ്റ് മേ ബി കോഷ്യസ്, അല്ലെ, അത് മുൻകരുതലുകൾ എടുക്കണം. മുന്നോടിയായിട്ട് നമ്മൾ പ്രഷർ വേരിയേഷൻസ് വരാൻ ചാൻസ് ഉണ്ടെന്നുള്ളത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ അതിനാവശ്യമായ നടപടികൾ എടുത്തിരിക്കണം എന്നുള്ളത്. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ അല്ലേ? ദെൻ നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഓക്കെ, ഞാൻ അവിടെ ഒരു മൈൻഡിലേക്ക് ഒരു യു ആണ് മനസ്സിലായിരുന്നത്, അതാണ് മിസ്റ്റേക്ക് വന്നത്, സോറി. നോക്കാം, ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. സ്പെഷ്യൽ കൺസിഡറേഷൻ ഇഫ് ദ പേഷ്യന്റ് റിക്വയർസ് an ambulance to take him to another facility, make arrangements for transportation with the social service administration. നമ്മളൊരു സ്പെഷ്യൽ കൺസിഡറേഷൻ എന്ന് പറയുമ്പോൾ തന്നെ അറിയാലോ, ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഇത് ആ ഒരു വ്യക്തിയെ സംബന്ധിച്ചും നോക്കുമ്പോൾ എന്താണ്, അവർക്ക് പ്രത്യേകമായിട്ടുള്ള പരിഗണന കൊടുക്കണം. അതേമാതിരി തന്നെ വിത്ത് സോഷ്യൽ സർവീസ് അഡ്മിനിസ്ട്രേഷൻ, നമ്മളിപ്പോ ഒരു സോഷ്യൽ ആയിട്ടുള്ള സർവീസ് ആണ് എങ്കിൽ അവിടെ നമുക്കറിയാം മതിയായ രീതിയിലുള്ള അറേഞ്ച്മെന്റ്സ് ആംബുലൻസിൽ ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് വേണം രോഗിയെ പിക്കപ്പ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കേണ്ടത്. മേക്കിംഗ് ഷുവർ ദാറ്റ് ദ നെസസറി എക്യുപ്മെന്റ് ഈസ് ഗാദർഡ് ടു പ്രൊവൈഡ് കെയർ ഇൻ ദ കോഴ്സ് ഓഫ് ട്രാൻസ്പോർട്ട്. അതായത് നമുക്കറിയാം എപ്പോഴും ആംബുലൻസ് സർവീസുകൾ, സോഷ്യൽ സർവീസുകളൊക്കെ ആയിട്ട്, അല്ലെ, നമ്മൾ സമൂഹത്തിന്റെ ഇതിന് വേണ്ടിയിട്ട് എല്ലാവരും കൂടെ ഒത്തൊരുമയോട് കൂടിയിട്ടൊക്കെ ഈ ആംബുലൻസ് സർവീസുകളൊക്കെ നടത്താറുണ്ട്. പക്ഷെ അതിലും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പേഷ്യൻസിനെ കൊണ്ടുപോകുമ്പോൾ ഇതിനെ മതിയായ സൗകര്യങ്ങളോട് കൂടിയ ഒരു ആംബുലൻസ് ആണോ. ചില ക്രിട്ടിക്കലി കെയർ ആയിട്ടുള്ള പേഷ്യൻസ് ആണെങ്കിൽ അവർക്ക് അനുയോജ്യമായ സംവിധാനങ്ങളൊക്കെ അവിടെ ഉണ്ടായിരിക്കണം. അപ്പൊ അതുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം എന്നുള്ളതാണ് സ്പെഷ്യൽ കൺസിഡറേഷനിൽ പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഈ ഒരു ചെറിയൊരു പോയിന്റ് ആണെങ്കിലും അതൊരു സെപ്പറേറ്റ് പോയിന്റ് ആണ്. ഓക്കെ ആണോ? ഇനി അതുമായി ബന്ധപ്പെട്ട് നോക്കാം. ഡോക്യുമെന്റേഷൻ, ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, അറിയാം. നെക്സ്റ്റ് എന്താണ്, ഡോക്യുമെന്റേഷൻ നോക്കാം. അതായത് നമ്മുടെ രേഖാമൂലമുള്ള കാര്യങ്ങളാണ് നോക്കാം. The authentication of a patient transfer is the most significant but often missed as part of a transfer. അതായത് നമ്മള് ഒരിക്കലും, അല്ലെ, ആധികാരികത എന്നുള്ള ഒരു സംഭവം നമ്മൾ വിട്ടുപോകാൻ പാടില്ല. പേഷ്യൻസിന്റെ കൊണ്ടുപോകുന്നതോടൊപ്പം, അല്ലെ, ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അധികാരമായ കാര്യങ്ങളെല്ലാം ചെയ്തിട്ട്, അല്ലെ, ആധികാരികത ഉറപ്പുവരുത്തേണ്ടതുണ്ട്. authentication എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ്. നെക്സ്റ്റ് പോയിന്റ് നോക്കുമ്പോൾ നമ്മുടെ ക്ലിയർ ആവും. authentication should always be obvious at all stage of a transfer. അല്ലെ, അത് വ്യക്തമായ രീതിയിലായിരിക്കണം ഈ ആ ഒരു രൂപരേഖ ഉണ്ടാക്കേണ്ടത്. സിൻസ് ഇറ്റ് വാസ് ദ ഓൺലി ലീഗൽ റിപ്പോർട്ട്. നോക്കാം അതെന്താന്നുള്ളത്. ഇറ്റ് വാസ് അല്ലെ, ഈ ഒരു രേഖാപത്രം എന്ന് പറയുന്ന ഒരു ലീഗൽ റിപ്പോർട്ടാണ്. That the patient was transferred, so it must consist of the patient's condition, reason to transfer, names and designation of a referring and receiving clinicians, details and status of important signs before the transfer, clinical events during the transfer and the treatment given.
അതായത് ഈ ഒരു ഇതില് അല്ലെ ആ ഒരു ലീഗൽ ആയിട്ടുള്ള റിപ്പോർട്ട് ആയതുകൊണ്ട് തന്നെ അല്ലെ നമുക്ക് എന്തെങ്കിലും നിയമ നടപടികൾക്കൊക്കെ മുന്നിൽ വെക്കേണ്ട ഒരു റിപ്പോർട്ട് ആയതുകൊണ്ട് തന്നെ അത് മസ്റ്റായിട്ട് തന്നെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. അതിൽ എന്തെല്ലാം ഉൾക്കൊള്ളണമെന്നാ പറയുന്നത്? പേഷ്യന്റിന്റെ കണ്ടീഷൻ അല്ലെ, നമ്മൾ ഇപ്പൊ ട്രാൻസ്ഫർ ചെയ്യാൻ പോകുന്ന പേഷ്യന്റിന്റെ കണ്ടീഷൻ എന്താണ്, ഏത് കാരണം കൊണ്ടാണ് റീസൺ ടു ട്രാൻസ്ഫർ നെയിംസ് അല്ലെ, എന്തുകൊണ്ടാണ് എന്തിന്റെ പേരിലാണ് ഈ വ്യക്തിയെ ട്രാൻസ്ഫർ ചെയ്യുന്നത്. എന്താണ് ഡെസിഗ്നേഷൻ ഓഫ് റെഫറിംഗ് ആൻഡ് റിസീവിംഗ് ക്ലിനീഷ്യൻസ്, അതായത് ഇത് കൈകാര്യം ചെയ്തിരിക്കുന്ന ഓരോ അല്ലെ വ്യക്തി ആരൊക്കെയാണോ കൈകാര്യം ചെയ്യുന്നത് അത് റെഫർ ചെയ്യുന്ന പേഴ്സൺസിന്റെ ഡെസിഗ്നേഷൻ എന്താണ് അതൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കണം. ഡീറ്റെയിൽസ് ആൻഡ് സ്റ്റാറ്റസ് ഓഫ് ഇമ്പോർട്ടൻറ്റ് സയൻസ് അല്ലെ, നമ്മള് എന്തൊക്കെ സിഗ്നേച്ചർ ഒക്കെ മേടിക്കേണ്ടത് നമ്മൾ കണ്ടായിരുന്നു അല്ലെ, ഡോക്ടേഴ്സിന്റെ സിഗ്നേച്ചർ സംഭവങ്ങളൊക്കെ നമ്മൾ മേടിക്കണം എന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പൊ അതെല്ലാം ഈ അധികാര ഇതില് റിപ്പോർട്ടില് ലീഗൽ റിപ്പോർട്ടില് അതിൽ ഉൾപ്പെടുത്തിയിരിക്കണം. ബിഫോർ ദ ട്രാൻസ്ഫർ, ക്ലിനിക്കൽ ഇവന്റ്സ് ഡ്യൂറിംഗ് ദ ട്രാൻസ്ഫർ ആൻഡ് ദ ട്രീറ്റ്മെന്റ് ഗിവൺ, അതായത് ആ സമയത്ത് അല്ലെ ആ ഒരു സമയത്തുള്ള ചികിത്സാ രീതികൾ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ ആൻഡ് ട്രീറ്റ്മെന്റ് ഗിവൺ, എന്തൊക്കെ ട്രീറ്റ്മെന്റ് ആണ് ആ സമയത്ത്. ഇൻ കേസ് കൊണ്ടുപോകുന്ന സമയത്തും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട് അല്ലെ. ക്ലിനിക്കൽ ഇവന്റ്സ് ഡ്യൂറിംഗ് ദ ട്രാൻസ്ഫർ, പോകുന്ന മാത്രയിലും എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിന് കൊടുത്ത മെഡിസിൻസ് അതെല്ലാം തന്നെ ഈ ഒരു ലീഗൽ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കണം എന്നുള്ളത്. ഓക്കെ, അപ്പോ ഫസ്റ്റ് നമ്മൾ കണ്ടു എന്താണ് authentication of patient transfer is most important ആണെന്ന് പറഞ്ഞു, അതൊരു ലീഗൽ റിപ്പോർട്ട് ആണെന്ന് പറഞ്ഞു. അതിൽ എന്തൊക്കെ ഉൾപ്പെടേണ്ടതെന്നുള്ള പേഷ്യന്റിന്റെ കണ്ടീഷൻ, റീസൺ എന്താണ്, ഡെസിഗ്നേഷൻ അതുമായി ബന്ധപ്പെട്ട അവരുടെ ആ യോഗ്യതകൾ എന്തൊക്കെയാണ്, എന്താണ് കൈകാര്യം ചെയ്തിരിക്കുന്ന വ്യക്തികളുടെ യോഗ്യതകൾ, പിന്നെ അതേമാതിരി തന്നെ ഡീറ്റെയിൽസ് ആൻഡ് സ്റ്റാറ്റസ് ഓഫ് ഇമ്പോർട്ടൻറ്റ് സയൻസ് അല്ലെ, എന്തെങ്കിലുമൊക്കെ സിഗ്നലുകളൊക്കെ കാണിച്ചു തരുന്നുണ്ടെങ്കിൽ അതിന്റെ റിപ്പോർട്ടുകൾ, ഇൻ കേസ് പോകുന്ന മാത്രയിൽ എന്തെങ്കിലുമൊക്കെ കൈകാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെ മെഡിസിൻ എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം അതിൽ ഉൾപ്പെടുത്തിയിരിക്കണം. എന്താണ് സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റിമണി ഷുഡ് ബി യൂസ്ഡ് ആൻഡ് സസ്റ്റെയിൻഡ് ബോത്ത് ഫോർ ഇൻട്രാ ആൻഡ് ഇന്റർ ഹോസ്പിറ്റൽ ട്രാൻസ്ഫർ. നമുക്കറിയാം ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ തന്നെയാണെങ്കിലും നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അല്ലെ ഡിപ്പാർട്ട്മെന്റ് ബേസ് ചെയ്ത് ട്രാൻസ്ഫർ ചെയ്താലും നമ്മൾ പറഞ്ഞു തരുന്നത് എന്താണ് സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റിമണി അല്ലെ, കൃത്യമായിട്ടുള്ള ഒരു സാക്ഷ്യപത്രം എഴുതിയിട്ടുണ്ടായിരിക്കണം അല്ലെ, അത് കൃത്യമായിട്ട് തന്നെ ആ രോഗിയുടെ കൺസെന്റിൽ നിന്ന് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതാണ്. These legal papers should be used for audit purpose for investigating the defects in the patient transfer. അതായത് ഇതും ഒരു നിയമ നടപടിക്രമ ക്രമത്തിന്റെ ഒരു പേപ്പറാണ് അല്ലെ. അത് നമ്മൾ ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ തന്നെ ട്രാൻസ്ഫർ ചെയ്യുമ്പോഴും അത് ട്രാൻസ്ഫർ ചെയ്യാനായിട്ടുള്ള കാരണം എന്തുകൊണ്ടാണെന്നുള്ളതും നമ്മൾ ആ ഒരു അല്ലെ നമുക്കറിയാം പേഷ്യന്റിന്റെ തന്നെ റിലേറ്റീവ്സിനോ അല്ല ആരോടാണെങ്കിലും കൺസെന്റ് ഫോം തയ്യാറാക്കി അവരിൽ നിന്ന് സൈൻ മേടിച്ചിട്ട് മാത്രമാണ് അങ്ങോട്ടേക്കൊക്കെ ട്രാൻസ്ഫർ ചെയ്യുള്ളൂ. അത് മസ്റ്റായിട്ടും എന്താണ് ഇങ്ങനെയുള്ള ലീഗൽ കേസുകൾ വരുമ്പോഴാണ് പ്രധാനമായിട്ടും അത് അവലോകനം ചെയ്തിട്ടാണ് റിപ്പോർട്ടുകളൊക്കെ സബ്മിറ്റ് ചെയ്യേണ്ടി വരുന്നത്. എന്താണ് there should be an official handling of at the receiving facility between the transferring team and the receiving team who include the doctors and nurses. അതായത് നമ്മൾ ഒരു അല്ലെ ഒരു ശരിക്കും പറഞ്ഞ ഒരു യഥാർത്ഥത്തിൽ ട്രാൻസ്ഫർ ചെയ്യുമ്പോഴെന്താണ് ഇവിടുന്ന് പോകുന്നവരും അല്ലെ അവരെ റിസീവ് ചെയ്യാനിരിക്കുന്നവരും നമ്മളൊരു ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു ഹാൻഡ്ലിംഗ് ആണ് അല്ലെ, ഒരു ശരിയായിട്ടുള്ള ഒരു ഹാൻഡ്ലിംഗ് ആണ് അവിടെ നടക്കുന്നത്, അതായത് കൈമാറ്റമാണ് അവിടെ നടക്കുന്നത്. അതിൽ എന്താണ് പ്രധാനമായിട്ട് ചിലപ്പോൾ ഡോക്ടേഴ്സ് നഴ്സുമാരൊക്കെ ഇൻക്ലൂഡഡ് ആവാം അല്ലെ, പ്രധാനമായിട്ടും അവരിൽ നിന്ന് വ്യക്തമായിട്ട് ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് അവർ ട്രാൻസ്ഫറിങ് കാര്യങ്ങളൊക്കെ നടത്തുന്നത്. The different reports of a clinical investigation and the diagnostic studies should be transferred to the acquiring team. അപ്പൊ നമ്മൾ എപ്പോഴും എന്താണ് കൊണ്ടുപോയി അല്ലെ മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് ആണെങ്കിൽ തന്നെ അവിടെ നമ്മൾ കൊണ്ടുപോകുമ്പോൾ എന്താണ് അവിടെ റിസീവ് ചെയ്യാൻ വന്നിരിക്കുന്ന വ്യക്തിക്ക് എല്ലാ ഇൻഫോർമേഷൻസും കൈകാര്യം ചെയ്യും അല്ലെ, എല്ലാ തരത്തിലുള്ള അവരുമായി ബന്ധപ്പെട്ട് ഈ പേഷ്യന്റുമായി ബന്ധപ്പെട്ട ഇൻവെസ്റ്റിഗേഷൻസ് എന്തൊക്കെയാണ് പരിശോധനകളൊക്കെ നടത്തിയത്, ഡയഗ്നോസ്റ്റിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ രോഗനിർണയവുമായി ബന്ധപ്പെട്ട സ്റ്റഡികൾ എന്തൊക്കെ നടത്തിയിട്ടുണ്ട്, അതിന്റെയൊക്കെ റിപ്പോർട്ടുകൾ എന്തൊക്കെയാണ് അല്ലെ, അതെല്ലാം തന്നെ ആ ഒരു ടീമിനെ നമ്മൾ കൈമാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതെല്ലാം എന്താണ് ഡോക്യുമെന്റേഷനിൽ നമ്മളിപ്പോ രേഖകളുടെ കാര്യങ്ങൾ വരുമ്പോൾ പല രേഖകളും നമ്മൾ കൈമാറ്റം ചെയ്യുന്നുണ്ട്. ടെസ്റ്റിമോണി എന്ന് പറഞ്ഞ ഒരു രേഖ നമ്മൾ കൈമാറ്റം ചെയ്യുന്നുണ്ട്, അതേമാതിരി തന്നെ റിപ്പോർട്ടുകൾ കൈമാറ്റം ചെയ്യുന്നുണ്ട്. എന്താണ് ഒതന്റിക്കേഷൻ എന്ന് പറയുന്ന ആധികാരിക പത്രം അല്ലെ, അതും നമ്മൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇതിപ്പോ നമുക്കറിയാം ഇന്റർ ട്രാൻസ്പോർട്ട് ഒക്കെ അതായത്
ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ തന്നെ ആകുമ്പോൾ ടെസ്റ്റിമണി എടുത്ത് അല്ലെ നമുക്ക് സാക്ഷ്യപത്രം കൊടുത്ത് തന്നെ അല്ലെങ്കിൽ അവിടുത്തെ നഴ്സുമാരോട് കൈകാര്യം ചെയ്ത് തന്നെ കൈകാര്യം ചെയ്യാൻ സാധിക്കും. അതേമാതിരി തന്നെ നമ്മൾ കണ്ടു അല്ലെ എല്ലാ തരത്തില് കൊണ്ടുപോകുന്ന മാത്രയില് എല്ലാം അക്കമ്പനി ചെയ്യുമ്പോഴും മസ്റ്റായിട്ടും കീപ്പ് ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്താണ് ഇത്തരത്തിലുള്ള രേഖകൾ. ഇത് ലീഗൽ ആയിട്ടുള്ള റിപ്പോർട്ടുകൾ ആയതുകൊണ്ടാണ് ഇത് ഇത്രയും പ്രാധാന്യത്തോടു കൂടി വിവരിക്കുന്നത്. ഓക്കെ, ജസ്റ്റ് വായിച്ചു നോക്കാം. ഈ ലൈൻ ഇതൊക്കെ ഫസ്റ്റ് ലൈനൊക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. The authentication of a patient transfer is most significant document അതൊക്കെ ആവശ്യമില്ല. എന്തെങ്കിലും ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ഒക്കെ ആയിട്ട് ചോദിക്കാം. അതേമാതിരി തന്നെ ഇവിടെയും ഉണ്ട് സ്റ്റാൻഡേർഡൈസ്ഡ് ടെസ്റ്റിമണി, അതും ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് പോവാം. ഫസ്റ്റില് എന്താ അതിലെന്താന്ന് വെച്ചാൽ പേഷ്യന്റിന്റെ ട്രാൻസ്ഫറില് പ്രധാനമായിട്ടുള്ള ഒരു രേഖാപത്രമാണ് അത് എന്ന് പറയുന്ന ഒരു ലീഗൽ റിപ്പോർട്ടാണ്. ലീഗൽ റിപ്പോർട്ടിൽ എന്തൊക്കെ ഉൾപ്പെടാമെന്നുള്ള കാര്യമാണ് ഇതിൽ പറഞ്ഞത്. ആ ലീഗൽ റിപ്പോർട്ടില് പ്രധാനമായിട്ടും പേഷ്യന്റിന്റെ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട പേഷ്യന്റിന്റെ കണ്ടീഷൻ എന്താണ്, റീസൺസ് എന്തുകൊണ്ടാണ് ഈ പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യേണ്ടി വരുന്ന അവസ്ഥ എന്തുവാണ്, പിന്നെ അതിന്റെ രോഗനിർണയം, അതേമാതിരി തന്നെ റെഫറിംഗ് അല്ലെ റിസീവിംഗ് ക്ലിനീഷ്യൻസ് ആരൊക്കെയാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്, എങ്ങനെയാണ് അത് കൈകാര്യം ചെയ്തിട്ട് എന്തെങ്കിലും റിപ്പോർട്ടുകൾ ഉണ്ടോ, ഇത്തരത്തിലുള്ള എല്ലാ ഡീറ്റെയിൽസും അല്ലെ അവരുടെ ഡീറ്റെയിൽസ് ആൻഡ് സ്റ്റാറ്റസ് ഓഫ് ഇമ്പോർട്ടൻറ്റ് സയൻസ്, അതായത് എന്തൊക്കെ സിഗ്നലുകൾ ഇവർ പ്രധാനമായിട്ട് കാണിച്ചു പോകുന്ന മാത്രയിൽ തന്നെ എന്തെങ്കിലും സിഗ്നൽസ് ഒക്കെ അല്ലെ ബോധ്യമായോ, അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും മെഡിസിൻസ് ഒക്കെ കൊടുക്കേണ്ടി വന്നോ, അപ്പൊ ആ കൊടുക്കേണ്ടി വന്ന മെഡിസിൻസ് ഏതാണ് അല്ലെ അതൊക്കെ ഇന്നത്തെ നോട്ട് ചെയ്യണം. അങ്ങനെയുള്ള റിപ്പോർട്ട് അവിടെ റിസീവിംഗ് അതോറിറ്റിയിൽ നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ക്ലിയർ ആയോ? ഫസ്റ്റ് പോയിന്റിന്റെ തുടർച്ചയെന്ന് വേണം സെക്കൻഡ് പോയിന്റോട് പഠിച്ചു പോവാം. ക്ലിയർ ആണോ? ഞാൻ ഓഡിറ്റും കൂടി കൊണ്ടുവന്നിട്ടുണ്ട്, അതനുസരിച്ചിട്ട് സ്പീഡിൽ എടുത്തത്. നമുക്കൊന്ന് തുടങ്ങി വെച്ചാൽ ഓഡിറ്റ്. ഓഡിറ്റ് നിങ്ങൾ എടുത്തിട്ടുണ്ടോ? തുടങ്ങി വെക്കണോ? എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ട്രാൻസ്ഫർ പേഷ്യന്റിൽ എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ഞാൻ ഇത്തിരി സ്മിതയാക്കണതേ നമ്മൾ സ്ലോയിലാണ് മൊത്തത്തിൽ. ഇതോടും പുറത്തും മൊഡ്യൂൾ എന്ന് പറഞ്ഞ ഇത്തിരി ബിഗ് കഷ്ടം മതി. അത് കുഴപ്പമില്ല, തുടങ്ങുന്നതിന് നമ്മൾ എന്താന്ന് വെച്ചാൽ സ്പീഡ് കാണിക്കുന്നത് ഒരുപാട് പോർഷൻസ് കവർ ചെയ്യാനുണ്ട്, നമ്മുടെ ടൈമിനുള്ളിൽ തിരിക്കേണ്ടതുമുണ്ട്. നെക്സ്റ്റ് ക്ലാസ്സിൽ മതി എന്നാ പറയണേ. എനിവേ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് നോക്കാം. ഓക്കെ, ഓഡിറ്റ് ഇത്തിരി ഹ്യൂമൻ റിസോഴ്സ് പോലെ തന്നെയുള്ള ഒരു ടോപ്പിക് ആണ് കേട്ടോ. അപ്പൊ നിങ്ങളൊന്ന് ജസ്റ്റ് ക്യാച്ച് ചെയ്യേണ്ടതായിട്ട് വരും. കാരണം അതൊന്നും എന്താ പറയണ കറക്റ്റ് ആയിട്ട് നമ്മള് മീനിങ് അതിന്റെ ഉള്ളിൽ നിന്ന് ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റില്ല. അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ നമ്മൾ അറ്റാച്ച് ചെയ്ത് പറയുമ്പോഴാണ് കുറച്ചും കൂടി ക്യാച്ച് ചെയ്യാനായിട്ട് എളുപ്പമായിട്ട് പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇച്ചിരി കൂടി ഞങ്ങളൊപ്പം തന്നെ ഇൻവോൾവ് ആവാം. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നമുക്ക് അപ്പൊ ക്ലിയർ ചെയ്ത് പോകാം. ട്രാൻസ്പോർട്ടേഷനില് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് അത് പലതരത്തിലുള്ള ട്രാൻസ്ഫർ. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. നമുക്കറിയാം അല്ലെ, ഇതിന്റെ ഞാൻ മിക്കവാറും ക്വസ്റ്റ്യൻ മോക്ക് ടെസ്റ്റിൽ വിട്ടുപോയിട്ടുണ്ട്. ഞാൻ പറയാറുണ്ട് എപ്പോഴും നമ്മുടെ ചാപ്റ്ററിൽ നിന്ന് 2, 3, 4 ക്വസ്റ്റ്യൻസ് അല്ലെ, അതാണ് നമ്മൾ എക്സാമിന് പ്രതീക്ഷിക്കാനുള്ളൂ. 1, 3, 4, 5 ഇതിപ്പോ ചെറിയ ചാപ്റ്റർ ആയതുകൊണ്ട് തന്നെ അത്രയും വരില്ല. കാരണം 3rd ഉം 4th മോഡ്യൂൾ എന്ന് പറഞ്ഞാൽ 5 ചാപ്റ്റേഴ്സ് ആണ്.
അതില് മിക്കപ്പോഴും ഒരു എന്തായാലും ഒരു ഡോക്ടറിന്റെ ഒരു ഡിസിഷൻ ഉണ്ട് അല്ലെ, സീനിയർ കൺസൾട്ടന്റിന്റെ ഒരു ഡിസിഷൻ അതുണ്ട്. അതൊരു സീനിയർ കൺസൾട്ടന്റ് ലെവലിലുള്ള ഡോക്ടറാണ് ആ ഡിസിഷൻ എടുക്കുന്നത്. അദ്ദേഹത്തിന്റെ ഒരു ഡോക്യുമെന്റ് അത് നമ്മൾ ഒരു ഡിസിഷൻ ഓഫ് ട്രാൻസ്ഫർ കമ്മ്യൂണിക്കേഷനിൽ പറയുന്നുണ്ട്, ഒരു സെക്കൻഡ് പോയിന്റ് ആയിട്ട് പറയുന്നുണ്ട്. അത് ആരുടെയാന്നുള്ളത് ഫിസിഷ്യന്റെ ആയിരിക്കും ഡിസിഷൻ ലെറ്റർ, അത് നോട്ടബിൾ ആണ്. പിന്നെ ഫസ്റ്റ് ഇതിൽ നിങ്ങൾ ഇപ്പൊ നോക്കി പോവുകയാണെങ്കിൽ എന്താണ് മെയിൻ എയിം എന്നുള്ളത് നമ്മൾ മിക്കപ്പോഴും കാണാറുണ്ട്. എന്താണ് മെയിൻ ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റില് എന്തുകൊണ്ടാണ് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് അല്ലെ ലക്ഷ്യമിടുന്നത്? പ്രധാനമായിട്ടും മെയിനായിട്ടും നമ്മൾ ലക്ഷ്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഇച്ചിരി കൂടി നല്ല ട്രീറ്റ്മെന്റ് അല്ലെ, മെഡിക്കൽ കെയർ കണ്ടിന്യൂറ്റി ഒപ്പം മെഡിക്കൽ കെയർ കിട്ടാൻ അല്ലെ, ആ ഒരു തുടർ ചികിത്സ കിട്ടുവാൻ എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള ലക്ഷ്യം എന്നുള്ളത്. ദെൻ ഏതൊക്കെ തരത്തിലുള്ള ട്രാൻസ്ഫർ ഉണ്ടെന്നുണ്ട്, ഇന്റർ ട്രാൻസ്ഫർ അല്ലെ, ഇന്റർ ട്രാൻസ്ഫർ, ദെൻ എക്സ്റ്റേണൽ ട്രാൻസ്ഫർ എന്നുള്ളത്. പിന്നെ ഇന്റേണൽ എന്ന് പറയുന്നത് പ്രധാനമായിട്ട് ചെറിയ ക്വസ്റ്റ്യൻ തന്നിട്ട് കൺഫ്യൂഷൻ ഉണ്ടാക്കാറുണ്ട്. അതായത് ഐസിയിലേക്കൊക്കെ ഷിഫ്റ്റ് ചെയ്യുന്നത് ആ ട്രാൻസ്ഫർ ആണോ ഈ ട്രാൻസ്ഫർ ആണോ എന്നൊക്കെ ഒരു കാര്യം മനസ്സിലാക്കി വെക്കുക. ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ തന്നെ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഒക്കെയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ അതൊക്കെ ഇന്റർ ട്രാൻസ്ഫർ അല്ലെ, ട്രാൻസ്ഫർ എന്നൊക്കെ പറയാം. എക്സ്റ്റേണൽ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിന്റെ പുറത്ത് വെളിയിലേക്ക് വേറെ ഏതെങ്കിലും ഫെസിലിറ്റി ഉള്ള ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിലാണ് അല്ലെ എക്സ്റ്റേണൽ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ദെൻ എന്താണ് പ്രധാനമായിട്ടും വരുന്നത്, ഫെസിലിറ്റീസ് കുറച്ച് നോക്കുമ്പോൾ പ്രധാനമായിട്ടും എന്താണ് ഇതില് കീ എലമെന്റ്സിലാണ് പ്രധാനമായിട്ടും പിന്നെ വരുന്ന ഒരു പോയിന്റ്സ്. നമ്മൾ ABCD എന്നുള്ള ആ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ള പോർഷൻസ് ഉണ്ടല്ലോ, അപ്പൊ അതില് കുറച്ച് കാര്യങ്ങളുണ്ട്. അതില് ജസ്റ്റ് ഞാൻ പറഞ്ഞു ഫിസിഷ്യന്റെ ലെറ്റർ അതെന്നുള്ളത്. പിന്നെ ഉള്ളത് നമ്മൾ കുറച്ച് വേർഡുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. അതായത് ട്രാൻസ്ഫോം, ഏതെങ്കിലും ഒരു ട്രാൻസ്ഫോം ചോദിക്കാറുണ്ട്. അപ്പോ എൻഡോട്രാക്കൽ ട്യൂബോ അല്ലെങ്കിൽ APGയുടെ ഫുൾ ഫോം എന്താണോ, അല്ലെങ്കിൽ GCSന്റെ ഫുൾ ഫോം എന്താണ്, അല്ലെങ്കിൽ മൊബൈൽ ഇന്റൻസീവ് കെയർ യൂണിറ്റിന്റെ ഫുൾ ഫോം. അപ്പൊ ഏതെങ്കിലും അതിൽ നിന്ന് ഒരെണ്ണൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. അതേമാതിരി തന്നെ ഒരു അല്ലെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഏത് തരത്തിലുള്ള അസുഖവുമായി ബന്ധപ്പെട്ട് അല്ലെ നാസോഗാസ്ട്രിക്കിന്റെ കൂടി ഫുഡ് സംഭവങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പൊ പല സംഭവങ്ങൾ തന്നിട്ട് ഇത് എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് അല്ലെ, വിച്ച് നാസോഗാസ്ട്രിക് ട്യൂബ് എന്ന് പറയുന്നത് മനസ്സിലാക്കിയെടുക്കാം. അതൊരിക്കലും ബ്രീതിങ്ങും കാര്യങ്ങളും കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഉപയോഗിക്കുന്നത്, ഫീഡിങ്ങും മെഡിസിൻസും അത് കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലെ, അത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. പിന്നെന്താണ് അങ്ങനെ കുറച്ച് എക്യുപ്മെന്റ്സ് തന്നിട്ട് ഇതിന് വേണ്ടിയിട്ടാണെന്നുള്ളത് മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ക്വസ്റ്റ്യൻ ആയിട്ട് ടെസ്റ്റ് കാണാറുള്ളത്. പിന്നെ ഗ്രൗണ്ട് ട്രാൻസ്പോർട്ടില് മിക്കപ്പോഴും അത് ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. ആ 4 ബേസിക് ലൈഫ് സപ്പോർട്ടും അഡ്വാൻസ് ലൈഫ് സപ്പോർട്ടും MIC എന്നുള്ളത് ആ 3 എണ്ണം. ഓക്കെ, അതില് 3 എണ്ണത്തില് ഏതാണ് അല്ലെ കൂടുതൽ അതിൽ എക്യുപ്മെന്റ് സംഭവങ്ങൾ അല്ലെങ്കിൽ ഓർഗൻ സംഭവങ്ങളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ ഏതാണ് ട്രാൻസ്പോർട്ടാണ് മുൻഗണന കൊടുക്കുന്നത്. പിന്നെന്താണ് അഡിക്കേറ്റ് സ്റ്റാഫ് ഉള്ളത് അല്ലെങ്കിൽ വിത്ത് ലൈഫ് ത്രെട്ടനിങ് വരുമ്പോൾ അല്ലെങ്കിൽ വിത്തൗട്ട് ലൈഫ് ത്രെട്ടനിങ് വരുമ്പോൾ ഏത് ആംബുലൻസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു പോയിന്റ് ഒക്കെ നോട്ട് ചെയ്ത് വെക്കുക. വിത്തൗട്ട് ലൈഫ് ത്രെട്ടനിങ് കണ്ടീഷൻ ആണെങ്കിൽ ബേസിക് ലൈഫ് സപ്പോർട്ട് ആണ്. അതേപോലെ തന്നെ വിത്ത് ലൈഫ് ത്രെട്ടനിങ് കണ്ടീഷൻ ആണെങ്കിൽ അഡ്വാൻസ് ലൈഫ് സപ്പോർട്ട് ആണ്. ദെൻ ക്രിട്ടിക്കലി ഇൽ പേഴ്സൺസ് ആണെങ്കിൽ മൊബൈൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ എന്താണ് ശരിക്കും ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ആണെങ്കിൽ മോസ്റ്റ് ആയിട്ടും എല്ലാവരും സെലക്ട് ചെയ്യുന്നത് എയർ ട്രാൻസ്പോർട്ട് തന്നെയാണ്. പിന്നെ ഇതിൽ ജസ്റ്റ് ഒക്കെ ഉള്ള കുറച്ച് ഇതുകൾ, അതായത് ചില ചാപ്റ്റേഴ്സിൽ നിങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പഠിക്കുന്ന കാരണം കൊണ്ട് ആ ചാപ്റ്റേഴ്സിൽ നിന്നും ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം കേട്ടോ. കാരണം ഈ റെസ്പിറേറ്ററി പ്രോബ്ലംസ് ഒക്കെ ചെറുതായിട്ടൊക്കെ നമ്മൾ വിവരിച്ചല്ലോ, ഇത് ഇച്ചിരി കൂടെ ഡീപ്പായിട്ട് മറ്റു ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ചിലപ്പോൾ അതിന്റെ ക്വസ്റ്റ്യൻസ് ആയിട്ടും വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ലെവൽ 1 ഞാൻ ഇന്ന് എടുത്ത ആ ക്വസ്റ്റ്യനിലും ഈ ലെവൽ 1 ലെവൽ 2 അതൊക്കെ വെച്ചിട്ട് ഏതെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ കണ്ടായിരുന്നു ചിലതില് പേഴ്സൺസ് അല്ലെ പേഷ്യന്റിനോടൊപ്പം തന്നെ അതിന്റെ പ്രത്യേക പ്രാക്ടീസ് കിട്ടിയ പേഴ്സൺസും അക്കമ്പനി ചെയ്യുമെന്ന്. അപ്പൊ അതൊക്കെ ജസ്റ്റ് നോക്കാം. പിന്നെ ഉള്ളതില് ജസ്റ്റ് നമ്മൾ ആ ഡോക്യുമെന്റേഷന്റെ കാര്യത്തിൽ 1-2 പോയിന്റ്സ് ഞാൻ പറഞ്ഞായിരുന്നു, അത്തരം പോയിന്റ്സ് ഒന്ന് നോക്കാം. എന്തായാലും മിക്കവാറും ഞാൻ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ടെസ്റ്റിൽ ചെറുതായിട്ടൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം. അതൊക്കെ തന്നെ കൂടുതലായിട്ട് ശ്രദ്ധിക്കാം. എന്തായാലും ട്രാൻസ്ഫർ ക്വസ്റ്റ്യന്റെ വലിയ കുഴപ്പമില്ലായിരുന്നു അല്ലേ, സിമ്പിൾ അല്ലേ, ഓക്കെ അല്ലേ?
നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു. ഓഡിറ്റിംഗ് ആയിട്ടിരിക്കുക.